അതുമായിട്ട് നമ്മൾ അടുത്തൊരു പുതിയ ചാപ്റ്റർ തുടങ്ങുവാണ്. അതിൻ്റെ പേരാണ് തെർമോഡൈനാമിക്സ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. തെർമോഡൈനാമിക്സ് അപ്ലൈഡ് തെർമോഡൈനാമിക്സിനകത്ത് 15 അടുപ്പിച്ച് ക്വസ്റ്റ്യൻസ് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് നമുക്ക് നോക്കാം. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സിസ്റ്റംസ്, പ്രോസസ്സസ്, വർക്ക്, ഹീറ്റ്. ഞാൻ ഇപ്പോഴൊരു കാര്യം പറയട്ടെ. ഞാൻ ഈ ആദ്യം പറയുന്ന സിസ്റ്റംസും പ്രോസസ്സും ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം, ഇത് സ്കിപ്പ് ചെയ്യാൻ ഭയങ്കര ടെൻഡൻസി ആയിരിക്കും. പക്ഷെ ചെയ്യരുത്. കാരണം നിങ്ങൾ കോളേജിൽ പഠിച്ച സിസ്റ്റംസും പ്രോസസ്സും വർക്കൊന്നും അല്ല ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. വ്യത്യാസമുണ്ടോ? നമ്മൾ ആദ്യം മുതൽ തന്നെ എല്ലാ കൺസെപ്റ്റ്സും ചേർത്താണ് പഠിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് എൻട്രോപ്പി എന്ന് പറയുന്ന കൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് ശേഷമാണ് നമ്മളെ എല്ലാ ബുക്കുകളിലും വരുന്നത് തന്നെ. പക്ഷെ നമ്മളത് സിസ്റ്റംസ് തൊട്ടേ പറഞ്ഞു പോകും. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ആ ഒരു കംപ്ലീറ്റ് കണക്ഷൻ കിട്ടും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് ഈസിയാന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്യരുത്. ഓഫ് കോഴ്സ് ഈസി തന്നെയാണ്, ബുദ്ധിമുട്ടൊന്നും ഇവിടെ ഇല്ല. പക്ഷേ ആ കൺസെപ്റ്റ് കിട്ടണമെങ്കിൽ ഇത് കേട്ടേ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, thermodynamics is a branch of science which deals with the energy conversion and its effect on physical properties of substances. ഒന്നും പറയേണ്ട ആവശ്യമില്ല. എനർജി കൺവേർഷനും അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി സബ്സ്റ്റൻസിനകത്തുള്ള അതിൻ്റെ ഇൻഫ്ലുവൻസും എല്ലാം കൂടി ഡീൽ ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് തെർമോഡൈനാമിക്സ്. ഇതൊന്നും ഒരിക്കലും ക്വസ്റ്റനായിട്ട് വരാനും പോകുന്നില്ല. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അൾട്ടിമേറ്റ് എയിം ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ്? തെർമോഡൈനാമിക്സിൻ്റെ എയിം എന്താണ്? ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി അങ്ങോട്ട് എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് സംഭവം ഇത്രയേ ഉള്ളൂ. ഇൻഓർഗനൈസ്ഡ് ഫോം ഓഫ് എനർജി ഉണ്ട്, ഓർഗനൈസ്ഡ് ഫോം ഓഫ് എനർജി ഉണ്ട്. നമുക്ക് ലോ ഗ്രേഡ് എനർജി, ഹൈ ഗ്രേഡ് എനർജി എന്ന് പറയാം. ഇൻഓർഗനൈസ്ഡ് ഫോം ഓഫ് എനർജി ലോ ഗ്രേഡ് എനർജി എന്നാണ് വിളിക്കുന്നത്. ഓർഗനൈസ്ഡ് ഫോം ഓഫ് എനർജി ഹൈ ഗ്രേഡ് എനർജി എന്ന് വിളിക്കാൻ പറ്റും. അപ്പം ഈ ലോ ഗ്രേഡ് എനർജിയിൽ നിന്ന് ഹൈ ഗ്രേഡ് എനർജി കൺവേർഷൻ എങ്ങനെ നടത്തും? അതാണ് നമ്മുടെ ഇൻ ആൻ എഫിഷ്യന്റ് മാനർ. അതാണ് മെയിൻ എയിം ഓഫ് തെർമോഡൈനാമിക്സ്. ഉദാഹരണത്തിന് ഇൻഓർഗനൈസ്ഡ് ഫോം ഓഫ് എനർജിയാണ് ഹീറ്റ്. ആ ഹീറ്റിനെ എങ്ങനെ നമുക്ക് ഒരു വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാം ഇൻ ദ എഫിഷ്യന്റ് മാനർ? അതൊരിക്കലും 100% പോസിബിൾ അല്ല. അത് നമ്മൾ പഠിക്കും. അപ്പം ആ ഒരു സംഭവത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അൾട്ടിമേറ്റ് എയിം ഓഫ് തെർമോഡൈനാമിക്സ്. തിരിച്ചാലോചിച്ച് നോക്കി, വർക്കിനെ ഹീറ്റ് ആക്കണം, നമുക്ക് 100% കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഹീറ്റിനെ വർക്ക് ആക്കണം, പക്ഷെ പറ്റൂല. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം, എത്ര എഫിഷ്യൻസി ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം ഓഫ് തെർമോഡൈനാമിക്സ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി ഹീറ്റിനെ വർക്ക് ആക്കുന്നത് എപ്പോഴും ഒരു സൈക്കിളിലായിരിക്കും. ഈ സൈക്കിളിൽ ഒരുപാട് പ്രോസസ്സസ് കാണും. ഈ വാക്കുകളെല്ലാം കേട്ടാൽ മതി, ജസ്റ്റ് കേട്ടാൽ മതി. ഓരോന്നും നമ്മൾ പഠിക്കും. എന്താണ് സൈക്കിളിനകത്ത് മൊത്തം പ്രോസസ്സ്. എന്താ പ്രോസസ്സ് നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് കാണാൻ പറ്റും, ഉടനെ തന്നെ കാണാൻ പറ്റും. ഓക്കെ, നൗ ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്താണ്? ഒരു സാധനം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കണമെങ്കിൽ അതിന് ഇത്രയും കാര്യങ്ങൾ വേണം. ഒന്ന്, തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം, മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം, കെമിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം. തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ പോയിന്റ്സിലും സെയിം ടെമ്പറേച്ചർ ഉണ്ടാവണം. അപ്പോൾ അതിന് തെർമൽ ഇക്വിലിബ്രിയം എന്ന് വിളിക്കാം. അതിനകത്ത് നെറ്റ് ഫോഴ്സോ നെറ്റ് പ്രഷറോ ഒന്നും അതിനകത്ത് എക്സ്ട്രാ ആക്ട് ചെയ്യുന്നില്ല. അതിനകത്ത് ഉണ്ടാവും, പ്രഷറൊക്കെ ഉണ്ടാവും, പക്ഷേ അത് നെറ്റായിട്ട് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അതായത് ബാലൻസ്ഡ് ആണ് അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെല്ലാം എന്നതിന് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയാം. കെമിക്കൽ റിയാക്ഷൻ ഒന്നും ഉള്ളിൽ നടക്കുന്നില്ലെങ്കിൽ നമുക്ക് കെമിക്കൽ ഇക്വിലിബ്രിയം എന്നും പറയാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടുന്നത് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്ത്? സിസ്റ്റം എന്ന് പറഞ്ഞാൽ വെയർ സ്റ്റഡി ഈസ് ഡൺ, അതാണ് സിസ്റ്റം. ഓക്കെ, നമ്മൾ സ്റ്റഡി ചെയ്യുന്ന എവിടെയാണോ അവിടെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. നമ്മുടെ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ്, അതിനകത്ത് പിസ്റ്റൺ ഉണ്ട്. ഓക്കെ, ഈ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റിനകത്ത് ഓഫ്കോഴ്സ് ഇവിടെ ഗ്യാസ് ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾ സ്വന്തമായിട്ട് പേപ്പർ എടുത്ത് വരച്ചിട്ട് ഇതിനകത്ത് സിസ്റ്റം എവിടെയാണെന്ന് ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം. സിസ്റ്റം എന്താ? ഇത് മൊത്തത്തിൽ ഇതാണോ സിസ്റ്റം, അതോ ഇത്രയാണോ സിസ്റ്റം, അതോ ഇതാണോ സിസ്റ്റം? ഏതാണ് സിസ്റ്റം വെച്ചൊന്ന് മാർക്ക് ചെയ്ത് ഒന്ന് നോക്കാമോ? ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ്, അതുകൊണ്ടാണ് പറയുന്നത്. മക്കളെ, സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഈ കേസിൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്ന് അറിയാമോ? ഇതിനകത്തുള്ള ഗ്യാസ് ഉണ്ടല്ലോ, ആ ഗ്യാസിനെ മാത്രമാണ് സിസ്റ്റം എന്ന് വിളിക്കാൻ പറ്റുന്നത്. ഇത് മാത്രം, ഈ ബ്ലൂ വരച്ചേക്കുന്ന ഇതിനുള്ളിലുള്ള സംഭവം മാത്രമാണ് സിസ്റ്റം. പല ആളുകൾക്ക് ഇപ്പോഴും അത് അറിയാത്ത കാര്യമാണ്. സ്റ്റഡി നമ്മൾ ഈ ഗ്യാസിനകത്ത് മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ ഓരോ ഇക്വേഷൻസ് കൊടുക്കുന്നത് ഈ ഗ്യാസിനകത്ത് മാത്രമാണ്. ഈ ഗ്യാസ് ചെയ്യുന്ന വർക്കാണ് നമ്മൾ പറയുന്നത്. ഇതിന് മാസ് ഇല്ലെന്ന് വിചാരിച്ച്, നോ മാസ്. ഈ സിസ്റ്റത്തിന് മാസ് ഒന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഈ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പം അത് ഇത്രത്തോളം അതിനെ പുറത്തോട്ട് തള്ളും എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വർക്ക് ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ സിസ്റ്റം ഡിഫൈൻ ചെയ്യുന്നത്.
സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ കംപ്ലീറ്റ് സാധനം അല്ല, ആ മെറ്റൽ പീസും അല്ല, അതിനകത്തുള്ള ഗ്യാസ് മാത്രമാണ്, അതിനകത്തുള്ള എയർ മാത്രമാണ് നമ്മുടെ സിസ്റ്റം. അത് ഓർത്ത് വെച്ചേക്കണം. ക്ലോസ് സിസ്റ്റം, ഓപ്പൺ സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ട്. ഇതിനകത്ത് പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് ഏത് സിസ്റ്റം ആണെന്ന് മാത്രം പറ, പെട്ടെന്ന് പറ. പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് സിസ്റ്റം ആണ്. കാരണം അതിനകത്ത് മാസ് ട്രാൻസ്ഫർ ആവുന്നില്ല. അതിനകത്തുള്ള ഗ്യാസ് ഒരു പർട്ടിക്കുലർ മാസ് ഉണ്ടാവും. ആ മാസിന്റെ ഡെൻസിറ്റി കുറഞ്ഞ് വോളിയം കൂടും. വോളിയം കൂടുന്നുണ്ട്, വോളിയം കുറയുന്നതിനനുസരിച്ച് ഡെൻസിറ്റി മാറുന്നുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള കണ്ടന്റ് മാറുന്നില്ല. മാസ് ഈസ് എ കോൺസ്റ്റന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ക്ലോസ്ഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ് ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ്. അതിനകത്തോട്ട് വേറെ മാസം ഒന്നും വരുന്നില്ല, പുറത്തോട്ടും പോകുന്നില്ല. പക്ഷേ എനർജി ട്രാൻസ്ഫർ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഹീറ്റ് കൊടുക്കുമ്പോൾ എക്സ്പാൻഡ് ആവുന്നുണ്ട്. എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല, ഞാൻ വെറുതെ പറയുന്നതാണ്. വെറുതെ പറയുന്നതല്ല, ഒരു ജനറൽ ആയിട്ട് പറയുന്നതാണ്. വേറെ പരിപാടികളുണ്ട് അതിനകത്ത്, നമുക്ക് പറയാം. ഇപ്പം ഹീറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് എക്സ്പാൻഡ് ആവുന്നുണ്ട് ഒരു സാധാരണഗതിയിൽ, അല്ലേ? അപ്പൊ അതുകൊണ്ട് എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, മാസ് ട്രാൻസ്ഫർ ആവുന്നില്ല. അത് ക്ലോസ്ഡ് സിസ്റ്റം ആണ്. ക്ലോസ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് ആണ്. ഓപ്പൺ സിസ്റ്റം ആകുമ്പോൾ ടർബൈൻ, കംപ്രസർ, ഇതെല്ലാം എയർ ഉള്ളിലോട്ട് പോകുന്നുണ്ട്, പുറത്തോട്ടും പോകുന്നുണ്ട്. ഉള്ളിലോട്ടും പോകുന്നുണ്ട്, പുറത്തോട്ടും പോകുന്നുണ്ട്. മാസ് എക്സ്ചേഞ്ച് ആവുന്നുണ്ട്, എനർജി ഓഫ് കോഴ്സ് എക്സ്ചേഞ്ച് ആവുന്നുണ്ട്, അതിന്റെ കൂടെ മാസ് എക്സ്ചേഞ്ച് ആവുന്നുണ്ട്. അവിടെയാണ് ഓപ്പൺ സിസ്റ്റം വരുന്നത്. നമ്മൾ ബേസിക് തെർമോഡൈനാമിക്സിനകത്ത് ക്ലോസ് സിസ്റ്റം മാത്രമേ പഠിക്കുള്ളൂ. അപ്ലൈ തെർമോഡൈനാമിക്സിനകത്ത് നമ്മൾ കൂടുതൽ ഓപ്പൺ സിസ്റ്റംസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. അതും കൂടെ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഈ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മാസും ഇല്ല, എനർജി ട്രാൻസ്ഫറും ഇല്ല. മാസ് ട്രാൻസ്ഫറും ഇല്ല, എനർജി ട്രാൻസ്ഫറും ഇല്ലാത്ത ടൈപ്പ് സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഓക്കെ, ഫൈൻ. നൗ സിസ്റ്റം അല്ലാത്തതെന്തും സറൗണ്ടിങ് ആണ്. എനിത്തിങ് അതർ ദാൻ സിസ്റ്റം ഈസ് സറൗണ്ടിങ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു എയറിന്റെ ആ ഒരു കേസ് മാത്രമാണ് നമ്മുടെ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ്, അത് നമ്മുടെ സിസ്റ്റം. അതല്ലാത്ത എല്ലാം സറൗണ്ടിങ് ആണ്. ഓക്കെ, അതൊരു പോയിന്റ് ഒരു സ്ഥലത്ത് വെച്ചേക്കുന്നെങ്കിൽ വേറൊരു സ്ഥലത്തുള്ള എന്ത് സാധനത്തിനെയും നമുക്ക് സറൗണ്ടിങ് എന്ന് വിളിക്കാം. ആൻഡ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ സിസ്റ്റമിനെ സറൗണ്ടിങ്ങിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന എന്തോ അതാണ് ബൗണ്ടറി. ആ ബൗണ്ടറിയിലായിരിക്കും വർക്ക് നടക്കുന്നത്. ബൗണ്ടറി വർക്ക് എന്ന് കേട്ടില്ല. ആ എയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ബൗണ്ടറിയാണ് മാറുന്നത്. അതുകൊണ്ടാണ് ബൗണ്ടറി ആണ്, നമ്മൾ ബൗണ്ടറിയിലാണ് വർക്ക് നടക്കുന്നത് എന്നൊക്കെ പറയാൻ പറ്റും. ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഇറ്റ് സെപ്പറേറ്റ് സിസ്റ്റം ഫ്രം സറൗണ്ടിങ്. ഇനി സിസ്റ്റവും സറൗണ്ടിങ്ങും ചേരുന്നതാണ് യൂണിവേഴ്സ്. യൂണിവേഴ്സ് എന്താ? സിസ്റ്റവും സറൗണ്ടിങ്ങും കൂടെ ചേർന്ന സാധനം. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ് എന്താണുള്ളത് അതാണ് യൂണിവേഴ്സ്. സിസ്റ്റവും സറൗണ്ടിങ്ങും ചേർന്നതാണ് യൂണിവേഴ്സ്. ഫൈൻ. അപ്പം അതാണ് നമ്മൾ സിസ്റ്റം പഠിച്ച്, ടൈപ്സ് ഓഫ് സിസ്റ്റം പഠിച്ച്, സറൗണ്ടിങ്സ് പഠിച്ച്, ബൗണ്ടറി പഠിച്ച്, യൂണിവേഴ്സും പഠിച്ച്. അടുത്തത് തെർമോഡൈനാമിക് പ്രോപ്പർട്ടി എന്ന് നോക്കാം. എന്താണ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടി? അഗെയിൻ ഓഫ് ദ സിസ്റ്റം. തെർമോഡൈനാമിക് പ്രോപ്പർട്ടി ഓഫ് സിസ്റ്റം, സിസ്റ്റത്തിനകത്ത് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അതുകൊണ്ടാണ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടി ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത്. Property of the system is a measurable characteristic of system that depends on the state of a system. അപ്പോൾ അടുത്ത വാക്ക് വന്നല്ലോ, സ്റ്റേറ്റ്. സ്റ്റേറ്റ്, ഒരു സിസ്റ്റം ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. പർട്ടിക്കുലർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മക്കൾ ഒന്നുമില്ല, കൂടുതലൊന്നും ചിന്തിക്കേണ്ട. അതിൻ്റെ പർട്ടിക്കുലർ പ്രഷർ, പർട്ടിക്കുലർ വോളിയം, പർട്ടിക്കുലർ ടെമ്പറേച്ചർ, അങ്ങനെയുള്ള എല്ലാ പ്രോപ്പർട്ടീസ് എല്ലാം ഒരു പർട്ടിക്കുലർ ആയിട്ടിരിക്കും. അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രോപ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ സിസ്റ്റം ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. സ്റ്റേറ്റ് മാറിയ പ്രോപ്പർട്ടി മാറും. ഒരു സിസ്റ്റം ഒരു സ്റ്റേറ്റിൽ ഇരിക്കുന്ന വേറെ സ്റ്റേറ്റിലോട്ട് മാറുന്നെങ്കിൽ പ്രോപ്പർട്ടി മാറും. ഉദാഹരണത്തിന് ഇപ്പം ഞാനൊരു പർട്ടിക്കുലർ സിസ്റ്റം വെച്ചിരിക്കുക. ആ സിസ്റ്റത്തിന് ഞാൻ പ്രഷർ എന്ന് പറഞ്ഞാൽ 5 ബാറിൽ വെച്ചിരിക്കുക, ടെമ്പറേച്ചർ 100 ഡിഗ്രിയിൽ വെച്ചിരിക്കുക, വോളിയം എന്താ പറയുക 200 സെന്റിമീറ്റർ ക്യൂബ് വെച്ചിരിക്കുക. അപ്പം ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു സാധനത്തിന് നമുക്ക് എന്ത് പറയാം? ഈ പ്രോപ്പർട്ടീസ് എല്ലാം കൂടെ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിലാണെന്ന് പറയാം. ആ പ്രോപ്പർട്ടീസ് എല്ലാം കോമ്പിനേഷനാണ് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് എന്ന് പറയാൻ പറ്റും. ഇനി അത് എന്തെങ്കിലും ഒരു സാധനം ചെറുതായിട്ടെങ്കിലും ഒന്ന് മാറിയാൽ അതിന്റെ സ്റ്റേറ്റ് മാറും. 5.01 ബാർ ആയിട്ട് ഇത് രണ്ട് കോൺസ്റ്റന്റ് വെച്ചിരുന്നാലും സ്റ്റേറ്റ് മാറും. ഇത് 3 നല്ലപോലെ മാറിയാലും സ്റ്റേറ്റ് മാറും. അപ്പൊ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രോപ്പർട്ടീസ് എല്ലാം ഒരു പർട്ടിക്കുലർ വാല്യൂ ആയിട്ടിരിക്കുന്ന ഒരു പർട്ടിക്കുലർ സംഭവത്തിനെ നമ്മൾ സ്റ്റേറ്റ് എന്ന് വിളിക്കും. അതാണ് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, the property of a system is a measurable characteristic of system that depends on the state of system. ഈ ഇക്വേഷൻ ഡെഫിനിഷൻസ് ഒന്നും കാണാൻ പഠിക്കേണ്ട, പക്ഷേ ഡെഫിനിഷൻസ് എന്താ പറയുന്നത് മനസ്സിലാക്കണം. ഉദാഹരണം പ്രഷർ, വോളിയം, ഡെൻസിറ്റി, ടെമ്പറേച്ചർ, ഇതെല്ലാം എന്താണ്? സ്റ്റേറ്റ് ആണ് സിസ്റ്റത്തിന്റെ. അഗെയിൻ സ്റ്റേറ്റുകൾ പ്രഷർ, വോളിയം, ഡെൻസിറ്റി, ടെമ്പറേച്ചർ എല്ലാം പ്രോപ്പർട്ടീസ് ആണ്. ഈ പ്രോപ്പർട്ടീസിന്റെ കോമ്പിനേഷൻ ആണ് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. ഫൈൻ. നൗ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇന്റൻസീവ് പ്രോപ്പർട്ടിയും എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയും ഉണ്ട്. അപ്പോൾ
ഇന്റൻസീവ് പ്രോപ്പർട്ടി ഡു നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ മാസ് മാറുന്നതിനനുസരിച്ച് ഇന്റൻസീവ് പ്രോപ്പർട്ടി മാറൂല. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ മാസ്. അതിന്റെ എക്സാമ്പിൾ എന്താ? അത് നമുക്ക് എങ്ങനെ ഓർക്കാം? ഫസ്റ്റ് ഓഫ് ഓൾ ഇന്റൻസീവ് കണ്ടോ, ഇന്റൻസീവ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് കണ്ടോ, ഇന്റൻസീവ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഓഫ് മാസ്. ഇന്റൻസീവ് പ്രോപ്പർട്ടി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ്, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ഈസ് ഡിപ്പെൻഡന്റ് ഓൺ മാസ്. അതായത് നമ്മൾ 1 കിലോയുടെ ഒരു സാധനം എടുത്തു, 1 കിലോ വെള്ളം ഞാൻ എടുത്തു. ആ വെള്ളത്തിന് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ട്. ഞാൻ 10 കിലോ വെള്ളം എടുത്തു, അതേ സെയിം സാധനം 10 കിലോ ഞാൻ എടുത്തു. അപ്പോൾ അതിന്റെ ടെമ്പറേച്ചറിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? അതായത് ഞാൻ മാസ് കൂട്ടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പം ടെമ്പറേച്ചർ ഇസ് ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് നമുക്ക് പറയാം. ഒരു സിസ്റ്റത്തിനകത്ത് 1 കിലോഗ്രാം വെള്ളമുണ്ട്, അതിനകത്ത് ഞാനൊരു 10 ബാർ പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, 10 ബാർ പ്രഷർ അതുണ്ട്. അതേ സിസ്റ്റം തന്നെ ഞാൻ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് 10 കിലോഗ്രാം വെള്ളം ഉൾപ്പെടുന്ന രീതിയിൽ ഞാൻ ആക്കിയാലും അതിനകത്ത് ആക്ട് ചെയ്യുന്ന പ്രഷർ മാറില്ല. അപ്പൊ അതും ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ 1 കിലോഗ്രാമിന്റെ വെള്ളം, അതിനൊരു പർട്ടിക്കുലർ ഡെൻസിറ്റി ഉണ്ട്. ഞാൻ 10 കിലോഗ്രാം വെള്ളം കൊണ്ടുവന്ന് അതിന് ഡെൻസിറ്റി മാറുന്നില്ല. അപ്പൊ അതൊരു ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഇന്റൻസിറ്റി എന്ന് ഞാൻ പറയുന്നുണ്ട്, സോറി, ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. പക്ഷേ 10 കിലോഗ്രാം വെള്ളം, സോറി 1 കിലോഗ്രാം വെള്ളം, അതിനൊരു പർട്ടിക്കുലർ വോളിയം ഉണ്ട്. ഞാൻ 10 കിലോഗ്രാം വെള്ളം കൊണ്ടുവന്ന് അതിന്റെ വോളിയം കൂടി, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഇനി കുറച്ച് തെർമോഡൈനാമിക്സ് പഠിക്കാം. 1 കിലോഗ്രാം വെള്ളം ഉണ്ട്, അതിനകത്ത് ഞാനൊരു ഇന്റേണൽ എനർജി, ഇത്ര ഇന്റേണൽ എനർജി ഉണ്ടെന്ന് ഞാൻ പറയാം. 10 കിലോഗ്രാം വെള്ളത്തിന് അതേ ഇന്റേണൽ എനർജി ആയിരിക്കും ഉണ്ടായിരിക്കുക. കൂടുതൽ ഇന്റേണൽ എനർജി ഉണ്ടാവില്ലേ? കാരണം ആ ഒരു ഇത്തരം വെള്ളത്തിനകത്ത് ഇത്ര ഇന്റേണൽ എനർജി ഉണ്ടോ, അതിനേക്കാൾ ഇന്റേണൽ എനർജി ഉണ്ടായിരിക്കും 10 കിലോഗ്രാം വെള്ളത്തിന്. അല്ലെ, കൂടുതൽ എനർജി തരാൻ പറ്റില്ലേ അതിന്? കൂടുതൽ എനർജി കണ്ടെയ്ൻ ചെയ്തേക്കുന്നത് 10 കിലോഗ്രാം വെള്ളമായിരിക്കൂലേ? അപ്പൊ അതുകൊണ്ട് എന്താ, അത് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ ഓക്കെ അപ്പോൾ അതാണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. ഇതേ നോക്ക്, all forms of energy എക്സ്റ്റൻസീവ് ആണ്. പൊട്ടൻഷ്യൽ എനർജി, എൻതാൽപ്പി, കൈനറ്റിക് എനർജി, ഇന്റേണൽ എനർജി എല്ലാം എന്താ, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. ഇൻഡിപെൻഡന്റ് അല്ല. മാസ് കൂടുന്നതിനനുസരിച്ച് അവന്മാരുടെ ഉള്ളിലുള്ള എനർജി കൂടിക്കൊണ്ടിരിക്കും. all specific properties intensive, specific heat, specific volume, per mass അതാണ്, പെർ മാസ് ആണ് ഈ സ്പെസിഫിക് എന്ന് പറയുന്നത്. വോളിയം പെർ മാസ്, ഹീറ്റ് പെർ മാസ്. അപ്പം ഇതെല്ലാം പെർ മാസ് ആകുമ്പോൾ ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിട്ട് മാറും. പിന്നെ ഓൾറെഡി നമുക്ക് അറിയാവുന്ന വേറൊരു കാര്യമുണ്ട്, ഈ രണ്ട് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടികൾ ഡിവൈഡ് ചെയ്താൽ ഇന്റൻസീവ് പ്രോപ്പർട്ടി കിട്ടും. മാസ് എക്സ്റ്റൻസീവ് ആണ്, വോളിയം എക്സ്റ്റൻസീവ് ആണ്, മാസ് ബൈ വോളിയം ഡെൻസിറ്റി ഇന്റൻസീവ് ആണ്. ഓക്കെ, അതാണ് സംഭവം. ആ 3 കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. എല്ലാ ഫോംസ് ഓഫ് എനർജി എക്സ്റ്റൻസീവ് ആണ്, അത് ഓർക്കണം. ആളുകൾക്ക് തെറ്റിപ്പോകും, എനർജി എന്ന് കേട്ടാൽ അപ്പോൾ എക്സ്റ്റൻസീവ് ആണ്, ഇൻഡിപെൻഡന്റ് ആണ്, സോറി ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്റൻസീവ് പ്രോപ്പർട്ടി ഇൻഡിപെൻഡന്റ്, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ഡിപ്പെൻഡന്റ്. അതിന്റെ എക്സാമ്പിൾ പഠിച്ച് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായി, തെർമോഡൈനാമിക് പ്രോപ്പർട്ടി എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അടുത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രോപ്പർട്ടി പറഞ്ഞപ്പോഴേ നമ്മൾ സ്റ്റേറ്റിനെ പറ്റി പറഞ്ഞു, സ്റ്റേറ്റിനെ പറ്റി ഒന്ന് പറയാം. എന്താ സ്റ്റേറ്റ്? കണ്ടീഷൻ ഓഫ് എ സിസ്റ്റം അറ്റ് ആൻ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. P1, T1, V1 എല്ലാം കൂടെ ചേരുന്ന ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ഒരു സിസ്റ്റത്തിന്റെ ഒരു കണ്ടീഷൻ എന്തോ, അതാണ് തെർമോഡൈനാമിക് സ്റ്റേറ്റ്. ഈച്ച് പ്രോപ്പർട്ടി വിൽ ഹാവ് ഇറ്റ് സിംഗിൾ വാല്യൂ അറ്റ് എവരി സ്റ്റേറ്റ്. അതിനെപ്പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു. പ്രഷറിന്റെ വാല്യൂ, കംപ്രഷന്റെ വോളിയം, വോളിയത്തിന്റെ വാല്യൂ എല്ലാം ഒരു പർട്ടിക്കുലർ നമ്പർ ആണെങ്കിൽ അതൊരു പർട്ടിക്കുലർ സ്റ്റേറ്റിലാണ്. ഒരു ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് മാറി. ഓക്കെ, എല്ലാം സെയിം ആയിട്ടിരിക്കുന്ന കുറേ പ്രോപ്പർട്ടികളുടെ ഒരു കോമ്പിനേഷൻ അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ നമുക്ക് സ്റ്റേറ്റ് എന്ന് വിളിക്കാം. അടുത്ത് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി മാറിയാൽ സ്റ്റേറ്റ് മാറും. ആസ് ലോങ് as state is fixed, the properties at that state is fixed. അതാണ് ഞാൻ പറഞ്ഞത്. പ്രഷർ, വോളിയം വേണമെങ്കിൽ നമുക്ക് ടെമ്പറേച്ചറും വരയ്ക്കാം, ഒരു ടെമ്പറേച്ചറും വേണമെങ്കിൽ വരയ്ക്കാം. ഇതെല്ലാം കൂടെ ഈ മൂന്ന് വാല്യൂ മാത്രമല്ല, ഇനിയും പ്രോപ്പർട്ടി ഇഷ്ടം പോലെ ഉണ്ട്. ഈ നമുക്ക് 3 എണ്ണം ഒരു നമുക്ക് വരയ്ക്കാൻ പറ്റൂ 3D പ്ലെയിൻ, അത് നമ്മൾ 3 എണ്ണം വരച്ച്. ഇതെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പോയിന്റിനെ P1, V1, T1 ഒരു സ്റ്റേറ്റിൽ നമുക്ക് വിളിക്കാം. എന്തെങ്കിലും സാധനം മാറിയാൽ സ്റ്റേറ്റ് മാറും.
അത്രേ ഉള്ളൂ. അത് ചിലപ്പോൾ 3D ആയിട്ട് ചിലപ്പോൾ പിയിലും വിയിലും കോൺസ്റ്റന്റ് ആയിരിക്കും, ടിയിലും മാറും. ചിലപ്പം വിയിലും ടിയിലും കോൺസ്റ്റന്റ് ആയിരിക്കും, പിയിലും മാറും. അങ്ങനെയൊക്കെ സംഭവിക്കും. പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം ഈസ് ഓൾവേസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനമല്ല പ്രോപ്പർട്ടി. ഇറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദ പോയിന്റ്സ്. അതായത് ഞാൻ ഇവിടെ നിന്ന് എനിക്ക് ഇവിടെ വേറൊരു സ്റ്റേറ്റ് ഉണ്ട്, സ്റ്റേറ്റ് 2 ഉണ്ടെന്ന് വയ്ക്കുക. അത് ഞാൻ എങ്ങനെ വന്നാലും ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഞാൻ സ്റ്റേറ്റിൽ വന്നാലും ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ വന്നാലും ഇങ്ങനെ വന്നാലും എന്താ പ്രത്യേകത, നമുക്ക് അതിനകത്ത് ആ പാത്ത് ഡിപ്പെൻഡ് ചെയ്യില്ല. പ്രോപ്പർട്ടി എപ്പോഴും സെയിം ആയിരിക്കും. 2-നകത്ത് ഉണ്ടാകുന്ന പ്രോപ്പർട്ടി എപ്പോഴും സെയിം ആയിരിക്കും. ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ പോയിന്റ്. അതൊരു പോയിന്റ് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ പ്രോപ്പർട്ടിയെ പോയിന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി. അത് എങ്ങനെ വന്നു, എവിടെ വന്നു, എക്സ്പാൻഷൻ ആണോ കോൺട്രാക്ഷൻ ആണോ ഒന്നും മാറ്റർ ചെയ്യുന്നില്ല. ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി അതൊരു പോയിന്റ് ഫംഗ്ഷൻ ആണ്. അത് എങ്ങനെ വന്നു എന്നുള്ളത് അതിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആ പോയിന്റ്സിനെ മാത്രമേ പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രോപ്പർട്ടി ചേഞ്ചുകളെല്ലാം നമുക്ക് എക്സാക്ട് ഡെറിവേറ്റീവിൽ പറയാൻ പറ്റും. ഡി വെച്ച് നമ്മൾ പറയും. ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താ, S2 മൈനസ് S1. കാരണം ആ ഒരു ഫൈനൽ മൈനസ് ഇനിഷ്യലിനെ മാത്രമേ അതിന് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. എങ്ങനെ വന്നു ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഡി ടി അങ്ങനെയാണ്, ഡി പി അങ്ങനെയാണ്, ഡി വി V2 മൈനസ് V1. മനസ്സിലായില്ല? അപ്പൊ ആ ഒരു ഇനിഷ്യലും ഫൈനലും പോയിന്റ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ പ്രോപ്പർട്ടിയുടെ ചേഞ്ചസ്. കാരണം ആ പ്രോപ്പർട്ടികൾ പോയിന്റ്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ പ്രോപ്പർട്ടി ചേഞ്ചസോ രണ്ട് പോയിന്റ്സിന്റെ ചേഞ്ച് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അത് എക്സാക്ട് ഡെറിവേറ്റീവ്സ് ആണ്. എക്സാക്ട് അല്ലാതെ ഡെറിവേറ്റീവ് ഉണ്ട്, ഇൻഎക്സാക്ട് ഡെറിവേറ്റീവ് ഉണ്ട്. ഡെൽ എന്ന് പറയും, വർക്ക്, ഹീറ്റ്, ഇതെല്ലാം ഏത് വഴി വന്നെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. രണ്ട് പോയിന്റ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സാധനമല്ല. അപ്പം അതിനെ ഇൻഎക്സാക്ട് ഡിഫറൻഷിയേഷൻ എന്ന് പറയും, ഡെറിവേറ്റീവ് എന്ന് പറയും. അത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്രോപ്പർട്ടി മനസ്സിലാക്കി എന്താണെന്ന്, സ്റ്റേറ്റ് മനസ്സിലാക്കി, പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണെന്ന് മനസ്സിലാക്കിയത്, പോയിന്റ് ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കി, പ്രോപ്പർട്ടി ചേഞ്ചുകൾ എക്സാക്ട് ഡെറിവേറ്റീവ് വെച്ചിട്ടാണ് പറയുന്നത് മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. ഓക്കെ അല്ലേ? ഫൈനല്ലേ? അടുത്തത് നമ്മൾ പറഞ്ഞു, നമ്മൾ സ്റ്റേറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രോസസ്സ്. ഈ പ്രോസസ്സ് നമ്മൾ നേരത്തെ എവിടെ കേട്ടല്ലോ, എവിടെയാണ് നമ്മൾ കേട്ടത്? നോക്ക്. ഹീറ്റ് വർക്ക് ആവുന്നത് എപ്പോഴും ഇൻ എ സൈക്കിൾ ആയിരിക്കും. അത് പോട്ടെ, which consist of processes. എന്താ പ്രോസസ്സ്? പ്രോസസ്സ് എന്താ? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫ്രം വൺ ടു അനദറിനെ പ്രോസസ്സ് എന്ന് വിളിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സ്റ്റേറ്റിൽ നിന്ന് ചെറിയ ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് മാറി. ആ ചേഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പ്രോസസ്സ്. അതായത് സ്റ്റേറ്റ് 2 ഇവിടം വരെ വന്ന്, അപ്പോൾ ഇങ്ങനെയാണ് വന്നതെങ്കിൽ അത് പ്രോസസ്സ്, ഇങ്ങനെയാണ് വന്നതെങ്കിൽ അത് വേറൊരു പ്രോസസ്സ്, ഇങ്ങനെയാണ് വന്നതെങ്കിൽ അത് വേറൊരു പ്രോസസ്സ്. അങ്ങനെയാണ് നമ്മൾ പ്രോസസ്സ് പറയുന്നത്. പ്രോസസ്സ് പറഞ്ഞാൽ ആക്ച്വലി വേറെ ഒന്നുമില്ല, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫ്രം വൺ ടു അനദർ ഇൻ എ സിസ്റ്റം. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് സിസ്റ്റം ഫ്രം വൺ ടു അനദർ, അത് നമ്മൾ വിളിക്കുന്ന പേരാണ് തെർമോഡൈനാമിക് പ്രോസസ്. ഉദാഹരണത്തിന് ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്. ഈ പിസ്റ്റൺ ഇക്വിലിബ്രിയത്തിലാണ്. എന്ത് ഇക്വിലിബ്രിയം? വെറുതെ ഇക്വിലിബ്രിയം പോലെ എന്തുവാ, എന്ത് ഇക്വിലിബ്രിയം? ഫോഴ്സ് അല്ല ഈക്വൽ ആണെന്നാണ് അതിന്റെ അർത്ഥം? അല്ല, തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിനകത്ത് എന്തൊക്കെയാ? മെക്കാനിക്കൽ ഇക്വിലിബ്രിയം, നെറ്റ് ഫോഴ്സ് ആക്ടിങ് സീറോ. ഓക്കെ, പിന്നെ കെമിക്കൽ ഇക്വിലിബ്രിയം, നോ കെമിക്കൽ റിയാക്ഷൻ ഹാപ്പനിങ്. തെർമൽ ഇക്വിലിബ്രിയം, ടെമ്പറേച്ചർ അറ്റ് ഓൾ പോയിന്റ്സ് ഓഫ് സിങ്ക്. 3 പോയിന്റ്സ്. ഇതെല്ലാം ഉള്ള ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു സാധനം. ഒരു പിസ്റ്റൺ ഉണ്ട്, ആ ഒരു സിലിണ്ടർ ഉണ്ട്, അതിന് മേളിൽ പിസ്റ്റൺ ഉണ്ട്, അതിന് മേളിൽ ഒരു മാസും വെച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ സ്റ്റേറ്റ് നമുക്ക് പറയാം P1 V1 T1. ഒരു പർട്ടിക്കുലർ പ്രഷർ, ഒരു പർട്ടിക്കുലർ വോളിയം, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, ഇങ്ങനെ ഇരിക്കുന്ന സിസ്റ്റം. ഞാൻ ഈ മാസിനെ അങ്ങോട്ട് റിമൂവ് ചെയ്ത്, അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് നെറ്റ് എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടാവും. കാരണം നേരത്തെ എന്തായിരുന്നു, മാസ് കൊണ്ട് ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സിനെ ഈ എയറിന്റെ പ്രഷർ അല്ലെങ്കിൽ അകത്തുള്ള സ്ഥാനത്തിന്റെ പ്രഷർ കാരണം ബാലൻസ് ചെയ്തിരിക്കുക. മാസ് മാറ്റിക്കഴിഞ്ഞാൽ ഈ പ്രഷർ എക്സ്ട്രാ ആണ്. സോ തീർച്ചയായിട്ടും ആ എക്സ്ട്രാ പ്രഷർ ആണ് എക്സ്പാൻഡ് ചെയ്യാൻ തോന്നും. സോ പിസ്റ്റൺ ക്യാൻ മൂവ് അപ് ടു അനദർ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. P2 V2 T2 ആയിട്ട് മാറും. അതിനെ ഒരു പ്രോസസ് എന്ന് വിളിക്കാം. ആ ഒരു സംഭവത്തിനെ, ആ സ്റ്റേറ്റിന്റെ ചേഞ്ച് ഉണ്ടായ ആ സംഭവത്തിനെ നമ്മൾക്കൊരു പ്രോസസ് എന്ന് വിളിക്കാം. മനസ്സിലായോ? സിമ്പിൾ ആയിട്ട് മനസ്സിലായോ? നൗ അടുത്ത എന്താ, നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചേക്കാം, മാസിനെ ഒന്നും ചെയ്തില്ല. ഞാൻ കുറെ ഹീറ്റ് സപ്ലൈ ചെയ്തു. ഹീറ്റ് സപ്ലൈ ചെയ്താൽ സംഭവിക്കും,
എഗെയിൻ അത് സംഭവിക്കും, അതിനകത്തുള്ള സം സോർട്ട് ഓഫ് തിങ് ഹാപ്പൻ ചെയ്യും. നമുക്ക് അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പറഞ്ഞു, ഹീറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യം നമുക്ക് പഠിക്കാം. ദർ ഈസ് ടൈം, ലോ ഓഫ് തെർമോഡൈനാമിക്സ് ബുക്ക് ഉണ്ട്. പക്ഷേ ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഇൻഡ്യൂഷൻ വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ സാധനം പൊങ്ങും, എക്സ്പാൻഷൻ കാരണം പൊങ്ങും വേണമെങ്കിൽ പറയാം. സിസ്റ്റം ക്യാൻ അഗെയിൻ മൂവ് അപ് ടു അനദർ ഇക്വിലിബ്രിയം. അത് ചിലപ്പോൾ P1 P2 V2 3 2 ആയിരിക്കില്ല, P3 V3 P3 ആയിരിക്കും. അതും എന്താ, വേറൊരു പ്രോസസ്സാണ്. ഈ സ്റ്റേറ്റിൽ നിന്ന് ഈ സ്റ്റേറ്റിലേക്ക്, ഈ സ്റ്റേറ്റിൽ നിന്ന് ഈ സ്റ്റേറ്റിലേക്ക്, ഈ സ്റ്റേറ്റിൽ നിന്ന് ഈ സ്റ്റേറ്റിലേക്ക് സ്റ്റേറ്റ് മാറി പ്രോസസ്സ് വഴിയാണ് സ്റ്റേറ്റ് മാറുന്നത്. ഓരോ സ്റ്റേറ്റിലും പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് സെയിം ആയിരിക്കും. ഇക്വിലിബ്രിയം എന്താണ് നമുക്ക് മനസ്സിലായി. ഒരു ഇക്വിലിബ്രിയത്തിൽ നിന്ന് വേറൊരു ഇക്വിലിബ്രിയത്തിലേക്ക്, ഒരു ഇക്വിലിബ്രിയത്തിൽ നിന്ന് വേറൊരു ഇക്വിലിബ്രിയത്തിലേക്ക്. അതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. കൺസെപ്റ്റ് ക്ലിയർ ആയോ? കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. നൗ പ്രോസസ്സുകൾ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. റിവേഴ്സിബിൾ പ്രോസസ് ഉണ്ട്, ഇറിവേഴ്സിബിൾ പ്രോസസ് ഉണ്ട്. റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സാണ് റിവേഴ്സിബിൾ പ്രോസസ് എന്നൊക്കെയാണ് നമുക്കറിയാവുന്ന കാര്യം. പക്ഷേ ഞാൻ പറയട്ടെ, അതിൻ്റെ ഡെഫിനിഷൻ അങ്ങനല്ല. അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്. നമ്മൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോവുകയാണല്ലോ ഒരു പ്രോസസ്സിൽ. ഒരു സ്റ്റേറ്റിൽ നിന്ന് T1 V1 T1 ൽ നിന്ന്, അല്ലെങ്കിൽ വേറെ ഇനിയുണ്ട്, വേറൊരു സ്റ്റേറ്റിലേക്ക് പോവുകയാണല്ലോ, പല പ്രോപ്പർട്ടി ഉള്ള സ്റ്റേറ്റിലോട്ട് പോവുകയാണല്ലോ. ഈ പോകുന്ന ഓരോ വഴിയിലും, അല്ലെങ്കിൽ ഈ പോകുന്ന ഓരോ വഴിയിലും ഓരോ സ്റ്റേറ്റുകൾ ട്രാവേഴ്സ് ചെയ്തായിരിക്കുമല്ലോ ഇത് പോണത്. ഇതിൽ നിന്ന് ഈ സ്റ്റേറ്റിലേക്ക്, ഈ സ്റ്റേറ്റിലേക്ക്, ഈ സ്റ്റേറ്റിലേക്ക്, ഈ സ്റ്റേറ്റിലേക്ക്, ഈ സ്റ്റേറ്റിലേക്ക്, അങ്ങനെയൊക്കെ ആയിരിക്കുന്നത് പോണേ. ഈ സ്റ്റേറ്റുകളെല്ലാം ഇക്വിലിബ്രിയത്തിലാണ്. ഇവിടെ നിന്ന് ഇവിടം വരെ പോകുമ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ് മാത്രമല്ല ഇക്വിലിബ്രിയം. ഇത് ട്രാവേഴ്സ് ചെയ്യുന്ന ഓരോ സ്റ്റേറ്റും ഇക്വിലിബ്രിയത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്ന സാധനമാണ് എന്ത്? റിവേഴ്സിബിൾ പ്രോസസ്. ചേഞ്ച് ഓഫ് സീരീസ് ത്രൂ എ സീരീസ്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, ചേഞ്ച് ഓഫ് സീരീസ്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ത്രൂ എ സീരീസ് ഓഫ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് മാറുവാണ് ത്രൂ എ സീരീസ് ഓഫ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. അതിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സിബിൾ പ്രോസസ്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഇതാ ഇവിടെ ഒരു മാസം ഉണ്ടല്ലോ. അപ്പം ഇതിനകത്ത് ഞാനൊരു വേറൊരു മാസം എമ്മും കൂടെ വെച്ചെന്ന് സംഭവിക്കും. ഈ സാധനം പെട്ടെന്ന് ഒരു ഡിപ്രഷൻ ഉണ്ടാവും. എന്നിട്ട് കുറെ കഴിയുമ്പോഴത്തേക്ക് അത് പിന്നെ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലോട്ട് എത്തും. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റേറ്റ് മാറി നമുക്ക് പറയാം ഒരു പ്രോസസ് നടന്നു പറയാം. പക്ഷെ ഞാൻ പറയാം, ഞാനൊരു കുഞ്ഞ് എമ്മിനേക്കാൾ വളരെ വളരെ ചെറിയൊരു മണൽത്തരി ഇതിനെ മേലോട്ട് ഞാൻ വെക്കുകയാണ്. അപ്പോൾ സ്റ്റിൽ ഈ മാസത്തിനേക്കാൾ, നേരത്തെ ഉള്ള മാസത്തിനേക്കാൾ അടുത്ത ഇപ്പോൾ ഉള്ള മാസം കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കുറച്ച് താഴോട്ട് മൂവ് ചെയ്യണം. പക്ഷെ ആ മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിരിക്കും. ഓരോ പോയിന്റിലും ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ അറ്റൻഡ് ചെയ്തായിരിക്കും പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സിനെ അതിനെ ക്വാസിസ്റ്റാറ്റിക് പ്രോസസ് എന്ന് വിളിക്കാം. ഓരോ സ്റ്റേറ്റിലും ഇക്വിലിബ്രിയം ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? റിവേഴ്സിബിൾ പ്രോസസ് എന്ന് വിളിക്കാം. റിവേഴ്സിബിൾ പ്രോസസ് ആണ് എപ്പോഴും ദ മോസ്റ്റ് എഫിഷ്യന്റ് പ്രോസസ്. ഫസ്റ്റ് പോയിന്റ്. റിവേഴ്സിബിൾ പ്രോസസ്സിനകത്ത് ഫ്രിക്ഷൻ ഉണ്ടാവില്ല. സെക്കൻഡ് പോയിന്റ്. രണ്ട് പോയിന്റ്സ് ഉണ്ട്. ഫ്രിക്ഷൻ ഉണ്ടാവരുത്, മോസ്റ്റ് എഫിഷ്യന്റ് പ്രോസസ് ആയിരിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് വിളിക്കാൻ പറ്റും. എന്തിനാ ഈ പേര് ഇങ്ങനെ റിവേഴ്സിബിൾ എന്ന് വന്നത്? ഒന്നുമില്ല, ഓരോ പോയിന്റിലും നമ്മൾ ആ പറഞ്ഞല്ലോ, ഓരോ പർട്ടിക്കുലർ പോയിന്റ് പോകുന്നതും ഇക്വിലിബ്രിയം പോയിന്റ്സ് ആണ്. ആ ഓരോ പോയിന്റിലും സംഭവം നമുക്ക് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നൊരു കൺസെപ്റ്റ് ആണ്. അത് വിട്ടേക്ക്. അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കേണ്ട, വേണ്ട. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് എഫിഷ്യന്റ്, നോ ഫ്രിക്ഷൻ ആണ്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ത്രൂ എ സീരീസ് ഓഫ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്സിനെ നമുക്ക് റിവേഴ്സിബിൾ പ്രോസസ് എന്ന് വിളിക്കാം. റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ഉള്ള കേസിൽ മാത്രമല്ല, ഓരോ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ കൂടെ പോകാത്ത അവസ്ഥ. നമ്മൾ ഈ പറഞ്ഞ ഇതും മാസ് റിമൂവ് ചെയ്തതും പെട്ടെന്ന് കുറെ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നതും സ്ലോ ആയിട്ട് വളരെ ചെറിയ, ഉദാഹരണത്തിന് ഇതിപ്പോൾ ഇരിക്കുന്നത് T1 ടെമ്പറേച്ചർ ആണെന്ന് വെക്കുക. ഞാൻ T1 പ്ലസ് 0.000000001 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള ഒരു സാധനമായിട്ട് ഇതിനെ ചേർത്ത് വയ്ക്കുക. അപ്പോൾ വളരെ പതുക്കെ ഇതിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും.
അതിനെ നമുക്ക് റിവേഴ്സിബിൾ എന്ന് പറയാൻ പറ്റും. അതൊരു ഐഡിയൽ പ്രോസസ് പോലെയാണ്. റിവേഴ്സിബിൾ പ്രോസസ് നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നമുക്ക് ഉണ്ടാക്കാൻ അത്രയ്ക്ക് സാധിക്കുന്ന കാര്യമല്ല. മനസ്സിലായല്ലോ? പക്ഷെ നമ്മൾ അനാലിസിസ് കൂടുതൽ ചെയ്യുന്ന റിവേഴ്സിബിൾ പ്രോസസ്സിലുമായിരിക്കും. മനസ്സിലായില്ലേ? അതിന്റെ കാരണം എന്ന് വെച്ചാൽ അതാണ് മാക്സിമം എഫിഷ്യന്റ് പ്രോസസ്സ്. അപ്പം പിന്നെ അതിന്റെ താഴെ എന്ത് നടന്നാലും അത്ര എഫിഷ്യൻസി നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് മാക്സിമം എഫിഷ്യൻസി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ റിവേഴ്സിബിൾ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അതിനപ്പുറത്തേക്ക് എഫിഷ്യൻസി പോകുമെന്നുള്ളതിൽ 100% ഉറപ്പാണ്. ഓക്കെ, അത്രയൊന്നും ഇപ്പോൾ തൽക്കാലം വേണ്ട. തൽക്കാലം റിവേഴ്സിബിൾ പ്രോസസ് എന്താ, റിവേഴ്സിബിൾ പ്രോസസ് എന്ന് മനസ്സിലാക്കുക. ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം സെൻസ് ഉണ്ടാക്കും. ട്രസ്റ്റ് മീ, ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം സെൻസ് ഉണ്ടാക്കും. ഞാൻ ചുമ്മാ ഓരോന്ന് പറഞ്ഞിട്ട് അത് വേണ്ട അത് വേണ്ടെന്ന് പറയുന്നത് നിങ്ങൾ പഠിപ്പിക്കൂലെന്നല്ല എൻ്റെ അർത്ഥം. കുറച്ച് കഴിഞ്ഞിട്ട് പഠിപ്പിക്കാം. ആ സമയത്ത് നമുക്ക് ഇത് നമുക്ക് തിരിച്ചു വന്ന് നമുക്ക് റീവിസിറ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഞാനൊരു ഒരു തരികൾ ഇട്ട് വെക്കുന്നേ ഉള്ളൂ, സ്പാർക്ക് ഇട്ട് വെക്കുന്നേ ഉള്ളൂ വഴിയിൽ. ഫൈൻ. അടുത്തത് വെരി സ്ലോ പ്രോസസിനെ കോസിസ്റ്റാറ്റിക് പ്രോസസ് എന്ന് വിളിക്കാം. പക്ഷേ കോസിസ്റ്റാറ്റിക് പ്രോസസ് എല്ലാം റിവേഴ്സിബിൾ പ്രോസസ് ആണോ? അല്ല. കോസിസ്റ്റാറ്റിക് പ്രോസസ്സിൽ വേണമെങ്കിൽ ഫ്രിക്ഷൻ ഉണ്ടാവും. ഫ്രിക്ഷനോട് കൂടി പതുക്കെ പോണ പ്രോസസ്, വളരെ സ്ലോ ആയിട്ട് പോകുന്ന പ്രോസസ് ഉണ്ടാവാം. അതിന് നമുക്ക് കോസിസ്റ്റാറ്റിക് പ്രോസസ് എന്ന് വിളിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ മണൽത്തരി ഇടുമ്പോൾ തന്നെ പതുക്കെ താഴോട്ട് ഇടുമ്പോൾ ഫ്രിക്ഷനും കൂടെ ഉണ്ടെങ്കിലോ കോസിസ്റ്റാറ്റിക് ആണ്, റിവേഴ്സിബിൾ അല്ല. ഫ്രിക്ഷനും കൂടി ഇല്ലെങ്കിലോ റിവേഴ്സിബിൾ പ്രോസസ് ആണ്. സോ ഫ്രിക്ഷൻലെസ് കോസിസ്റ്റാറ്റിക് പ്രോസസ് ഈസ് കോൾഡ് റിവേഴ്സിബിൾ പ്രോസസ്. ഫൈൻ ഫൈൻ ഫൈൻ. സംഭവമൊന്നും ഇല്ലല്ലോ, വളരെ സിമ്പിൾ അല്ലേ, ഒരു പ്രശ്നമില്ലല്ലോ, ഇതുവരെ എല്ലാം ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തത് തെർമോഡൈനാമിക് സൈക്കിൾ ആണ് നോക്കാം. അപ്പോൾ ഏതാ സൈക്കിള്? നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞായിരുന്നു, ഒരു സൈക്കിളിൽ മാത്രമേ ഒരു പ്രോസസ് ഹീറ്റിനെ നമുക്ക് വർക്കാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്താണ് ആ സൈക്കിൾ എന്ന് പറഞ്ഞാൽ? എന്താ അതിൻ്റെ അർത്ഥം? സീരീസ് ഓഫ് സ്റ്റേറ്റ് ചേഞ്ചസ് സച്ച് ദാറ്റ് ഫൈനൽ സ്റ്റേറ്റ് ഈസ് ഐഡന്റിക്കൽ വിത്ത് ഇനിഷ്യൽ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റ് എങ്ങനെ വേണോ പൊക്കോട്ടെ, വി ഡോണ്ട് കെയർ, എങ്ങനെ വേണം പൊക്കോട്ടെ, തിരിച്ച് അത് എവിടെ വരണം? ആദ്യം ഉണ്ടായിരുന്ന സ്റ്റേറ്റിൽ തന്നെ വരണം. അങ്ങനെ വന്നാൽ നമുക്ക് വിളിക്കാം, അതിനെ എന്ത് വിളിക്കാം? തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് വിളിക്കാം. ഉദാഹരണത്തിന് P1 V1 T1 ഒരു സ്റ്റേറ്റ് ആണ്. അതിൽ നിന്നൊരു പ്രോസസ്സ് വഴി P2 V1 P2 പോയി. അതായത് V1 സെയിം ആണ്, P1ഉം ഡിഫറെൻ്റ് ആയി, P2ഉം T2 മാറി, വോളിയം മാറി, പക്ഷേ പ്രഷർ ടെമ്പറേച്ചർ മാറി. പിന്നീട് P3 P3 മാറി. എല്ലാത്തിനും ശേഷം അവസാനം തിരിച്ച് P1 V1 T1 വന്നാൽ ബൈ ഡിഫറെൻറ്റ് പ്രോസസ്സസ് വി ക്യാൻ സേ ഇറ്റ് ഈസ് എ തെർമോഡൈനാമിക് സൈക്കിൾ. പക്ഷെ ഇനിഷ്യൽ പോയിന്റ് വന്നില്ലെങ്കിൽ നമുക്ക് തെർമോഡൈനാമിക് സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല. തിരിച്ചു വരണം, എവിടെ തുടങ്ങി അവിടെ തിരിച്ചു വന്നാൽ മാത്രമേ തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഫോർ എ സൈക്കിൾ ഡിഫറൻസ് ഓഫ് ഓൾ പ്രോപ്പർട്ടീസ് ഓഫ് ദി സിസ്റ്റം ഈസ് സീറോ. തീർച്ചയായിട്ടും അല്ലേ? എല്ലാ പ്രോപ്പർട്ടീസിൻ്റെയും ഡിഫറൻസ്, അതായത് നെറ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ P1 ചേഞ്ച് ഉണ്ടോ? ഇല്ല. V1 ചേഞ്ച് ഉണ്ടോ? P1 കാരണം തിരിച്ച് അവിടം വരെ എത്തിയല്ലോ. അപ്പം നെറ്റായിട്ട് എല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടീസ്, ഇനിഷ്യൽ പ്രോപ്പർട്ടീസ് മാറൂല. പക്ഷേ ഇവിടെ ഒരു ക്യാച്ച് ഉണ്ട് കേട്ടോ. ഫോർ എ സൈക്കിൾ ഡിഫറൻസ് ഓഫ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഈ സീറോ എന്നല്ല പറഞ്ഞത്, ഓഫ് സിസ്റ്റം ഈ സീറോ. അതായത് സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് തിരിച്ച് അതേ കണക്ക് വരാം, പക്ഷെ സറൗണ്ടിങ്സോ യൂണിവേഴ്സിറ്റിയോ സീറോ ആവണമെന്ന് നിർബന്ധമില്ല. ഉദാഹരണം എൻട്രോപ്പി എന്നൊക്കെ പറയുന്ന സാധനം ഓൾമോസ്റ്റ് യൂണിവേഴ്സിൽ എപ്പോഴും ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. ഒഫ്കോഴ്സ് എൻട്രോപ്പി എന്നുള്ള സാധനം സിസ്റ്റത്തിനകത്ത് നമ്മളൊരു പല പ്രോസസ് കഴിഞ്ഞ് തിരിച്ച് സിസ്റ്റത്തിൽ എത്തുമ്പോഴത്തേക്ക് അത് നേരത്തെ ഉണ്ടാകുന്ന എൻട്രോപ്പി തന്നെ അവിടെ ഉണ്ടാവാം. പക്ഷേ ദർ ആർ എൻട്രോപ്പി ജനറേഷൻ ടു ദ സറൗണ്ടിങ്സ്. അങ്ങനെ യൂണിവേഴ്സിന് എൻട്രോപ്പി ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് ലോ പഠിക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിക്കേണ്ടത് എല്ലാ സമയവും, അതായത് നമ്മുടെ ഒരു കോഴ്സ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് സംഗതി വീണ്ടും പഴയ പോലെ ആവും വിചാരിക്കരുത്. സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് പഴയ പോലെ ആവും, സറൗണ്ടിങ്സിന് എന്ത് സംഭവിക്കാം. ഓക്കെ, അപ്പൊ അത് ഓർത്തോണം. സറൗണ്ടിങ്സും അങ്ങനെ യൂണിവേഴ്സും, സറൗണ്ടിങ്സിന് തന്നെ മാറ്റം വന്നാൽ യൂണിവേഴ്സിനെ മാറ്റം വരും. ഇങ്ങനെ സിസ്റ്റം സറൗണ്ടിങ് ചേരുന്നതാണ് യൂണിവേഴ്സ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഓർക്കുക. ഓഫ് സിസ്റ്റം എന്നുള്ള സംഭവം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ സൈക്കിൾ ഡിഫറൻസ് ഓഫ് ഓൾ പ്രോപ്പർട്ടി ഓഫ് സിസ്റ്റം ഈസ് സീറോ. ഫൈൻ. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഒരു സാധനം എന്ന് വെച്ചാൽ കുറച്ച് ഇക്വേഷൻസ് ആണ്. കുറച്ച് ഇക്വേഷൻസ് ബേസിക്കലി മനസ്സിലാക്കി വെച്ചിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എപ്പോഴും അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നതാണ്. സോ വി ഹാവ് ടു സ്റ്റഡി ഇറ്റ് വെൽ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്ക് നമ്മൾ പണ്ടത്തെ കെമിസ്ട്രി പ്ലസ് വൺ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്. PV = nRT. ഈ കേസിൽ നമ്മൾ എന്ത് സംഭവിക്കും? nR bar എന്ന് പറയും, കാരണം അത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഈ കേസിൽ PV = mRT. M എന്ന് പറഞ്ഞാൽ എന്താ? M എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഓഫ് ദ ഗ്യാസ് വി ഹാവ്. R is characteristic gas constant. It is not universal gas constant. അത് ഓരോ ഗ്യാസിലും വേറെ വേറെ ആയിരിക്കും, അത് ഓർക്കണം. അപ്പോൾ PV = mRT ആണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഓക്കെ, അതിനകത്ത് R എന്ന് പറഞ്ഞാൽ എന്താ?
നമ്മുടെ നേരത്തെ പറഞ്ഞ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പി വി സിക്കോട്ട് എം ആർ ടി എന്നുള്ളത് പി വി സിക്കോട്ട് എം ആർ ബാർ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എം ടി എന്നാവും. ആ സ്മോൾ എം ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എം എന്ന് പറയുന്ന സാധനം നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? നമ്പർ ഓഫ് മോൾസ് എഴുതാൻ പറ്റും. രണ്ട് ഇക്വേഷനും സെയിം തന്നെയാണ്. പക്ഷേ ഈ കേസ് നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നില്ല, നമ്മൾ കണ്ടുപിടിക്കുന്നത് മാസും ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റും വെച്ചിട്ടാണ് നമ്മുടെ പരിപാടികൾ നമ്മൾ നടത്തുന്നത്. അതിനകത്ത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് അറിയാവുന്നതാണ്, പഠിക്കേണ്ട കാര്യമാണ്. 8.314 കിലോ ജൂൾ കിലോമോൾ കിലോജൂൾ കിലോമോൾ കെൽവിൻ, പോയിന്റ് അല്ല, കിലോജൂൾ പെർ കിലോമോൾ കെൽവിൻ. അതാണ് ഇതിന്റെ യൂണിറ്റ്. 8.314 ആണ്. കിലോ രണ്ടിടത്തും കിലോ എന്ന് ഓർക്കണം, കിലോജൂൾ പെർ കിലോമോൾ കെൽവിൻ. ഓക്കെ, അതാണ് ആർ ബാറിന്റെ വാല്യൂ. 8.314 ആണ് ആ വാല്യൂ എന്ന് പറയുന്നത്, 8.314. അപ്പൊ പി വി സിക്കോട്ട് എം ആർ ടി നമുക്കറിയാം. അതിനകത്ത് ആർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് ദ പർട്ടിക്കുലർ ഗ്യാസ് ആണ്. ഓർക്കുക. ഇനി ഈ ആറിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻസിനകത്തൊക്കെ വരുന്ന ആർ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് അല്ല. നമ്മൾ ഈ തെർമോഡൈനാമിക്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ ആർ ആയിരിക്കും, ആർ ബാർ ആയിരിക്കില്ല, ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് പെർ ഇറ്റ്സ് മോളാർ മാസ്. ആർ ബാർ ഡിവൈഡ് ബൈ മോളാർ മാസ് ചെയ്താൽ നമുക്ക് ആർ കിട്ടും. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഇക്വേഷൻ? ഫസ്റ്റ് വൺ സി പി മൈനസ് സി വി ഇസിക്കൽ ടു ആർ, ഒരു ഇക്വേഷൻ. ഓക്കെ, സി പി ബൈ സി വി ഇസിക്കൽ ടു ഗാമ. സി പി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. സി വി എന്ന് പറഞ്ഞാൽ എന്താ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ ഹീറ്റിനെ പറ്റി നമ്മൾ സംസാരിക്കും ഇനി ഉടനെ, എങ്കിലും ഞാൻ ഇപ്പോഴേ പറയാം. ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു വസ്തുവിന്റെ ടെമ്പറേച്ചർ റൈസ് ആവുമല്ലോ. 1 ഡിഗ്രി റൈസിന്, ഒരു യൂണിറ്റ് മാസിന് എത്രത്തോളം ഹീറ്റ് കൊടുക്കണം, അവനെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുക. അത് കോൺസ്റ്റന്റ് പ്രഷറിൽ നടന്നാൽ ടി പി എന്ന് വിളിക്കും, കോൺസ്റ്റന്റ് വോളിയത്തിൽ നടന്നാൽ സി വി എന്ന് വിളിക്കും. ഒന്നുകൂടി പറയാം. നമ്മൾ എന്താ സംഭവം എന്താ? ഒരു പർട്ടിക്കുലർ സാധനം, ഉദാഹരണത്തിന് ഒരു ബ്ലോക്ക്, ആ ബ്ലോക്ക് 10 ഡിഗ്രി സെൽഷ്യസ് ഇരിക്കുന്നു. അതിന് നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണ്. ഇതിപ്പം 2 കിലോഗ്രാം ഉള്ള ബോളാന്ന് നോക്കി, 2 കിലോഗ്രാം ഉള്ള ഒരു ബോക്സ് ആണ്. ഹീറ്റ് കൊടുക്കുമ്പോൾ ഇത് 11 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറി വയ്ക്കും. ഓക്കെ, അത് കൊടുത്ത ഹീറ്റ് എന്ന് പറഞ്ഞാൽ കെ എന്ന് പറഞ്ഞ ഹീറ്റ്, എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുത്തപ്പോൾ 11 ഡിഗ്രി സെൽഷ്യസ്, അത് 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ആയി. ഓക്കെ, 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ആവാൻ വേണ്ടി കെ കൊടുത്തു. പക്ഷേ 2 കിലോഗ്രാം കൊടുത്തത്. അപ്പൊ പെർ കിലോഗ്രാം ഉണ്ടെങ്കിൽ കെ ബൈ 2. 1 കിലോഗ്രാമിന് 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് വരണമെങ്കിൽ എന്തുമാത്രം ഹീറ്റ് നമ്മൾ സപ്ലൈ ചെയ്യണം, അവനാണ് നമ്മുടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അത് കോൺസ്റ്റന്റ് പ്രഷറിൽ നടന്നാൽ, കോൺസ്റ്റന്റ് പ്രഷറിലാണ് നമ്മൾ പ്രോസസ് ചെയ്യുന്നതെങ്കിൽ സി പി എന്ന് വിളിക്കും, കോൺസ്റ്റന്റ് വോളിയത്തിലാണ് ചെയ്യുന്നതെങ്കിൽ സി വി എന്ന് വിളിക്കും. അത്രേ ഉള്ളൂ. സി പി മൈനസ് സി വി ആറുമായിരിക്കും ഫോർ എ ഗ്യാസ്. ഫൈൻ. ഓക്കെ, അതേപോലെ ഒന്നുകൂടെ ഉണ്ട്, സി പി ബൈ സി വി ഇസിക്കൽ ടു ഗാമ. അതും കൂടെ നമ്മൾ ഓർത്ത് വെച്ചിരിക്കും. ഓക്കെ, സി പി ബൈ സി വി ഗാമ, സി പി മൈനസ് സി വി ഇസിക്കൽ ടു ആർ. സിമ്പിൾ ആണ്, വലിയ കാര്യമൊന്നുമില്ല. സി പി മൈനസ് സി വി ഇസിക്കൽ ടു ആർ, സി പി ബൈ സി വി ഇസിക്കൽ ടു ഗാമ. ഓക്കെ, അതിനകത്ത് ഗാമ എന്താണ്? ഗാമ എന്ന് പറഞ്ഞാൽ 1+2 ഡിവൈഡ് ബൈ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. പല ടൈപ്പ് ഗ്യാസുകളുണ്ട്. നമ്മൾ ഈ ആർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നമ്മൾ ബേസിക്കലി എയറിനെ നമ്മൾ എടുക്കാറുണ്ട്. അപ്പം എയറിന്റെ കേസിൽ എന്താണ് ഗാമ? എയറിന്റെ കേസിൽ ഗാമ 1.4 ആണ്. അതിന്റെ റീസൺ എന്താ? അത് ഡയറ്റോമിക് ഗ്യാസ് ആണെന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. എയറിനകത്ത് ഓഫ്കോഴ്സ് ഓക്സിജൻ നൈട്രജൻ ഒക്കെ ഉണ്ടാവും, ബട്ട് സ്റ്റിൽ അത് ഡയറ്റോമിക് ഗ്യാസ് ആണെന്ന് നമ്മൾ വിചാരിക്കാം. ഓക്സിജൻ ഡയറ്റോമിക് ആണ്, നൈട്രജൻ ഡയറ്റോമിക് ആണ്, വി നോ ദാറ്റ്. പക്ഷെ ബാക്കിയുള്ള ഗ്യാസ് ഡയറ്റോമിക് അല്ലാത്ത ഗ്യാസുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എയറിനെ ഒരു ഗാമ 1.4 എന്നാണ് വിളിക്കുന്നത്, ഡയറ്റോമിക് ഗ്യാസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഡയറ്റോമിക് ഗ്യാസുകൾക്ക് ഗാമയുടെ വാല്യൂ 1.4 ആയിരിക്കും. അത് 1+2 ഡിവൈഡ് ബൈ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ നിന്നാണ് കിട്ടുന്നത്. മോണോറ്റോമിക് ഗ്യാസ് ഞാൻ കുറച്ച് ബെറ്റർ ആയത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. മോണോറ്റോമിക് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഒരു ആറ്റമേ ഉള്ളൂ. ഈ ആറ്റത്തിന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ ഉള്ള വകുപ്പില്ല, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള വകുപ്പില്ല, റൊട്ടേഷൻ നടക്കില്ല. കാരണം ആറ്റം നമ്മളൊരു പോയിന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പോയിന്റിന് എങ്ങനെ റൊട്ടേഷൻ പറ്റുക? ഇല്ലല്ലോ, പോയിന്റ് വളരെ സ്മോൾ അല്ലേ. പക്ഷെ ലീനിയർ ആയിട്ട് മൂവ് ചെയ്യാം, മെയിനോട്ട് മൂവ് ചെയ്യാം, ഈ എക്സ് വൈ സെഡ് 3 ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആണ്. അപ്പോൾ അതിന്റെ ഗാമ എന്ന് പറഞ്ഞാൽ 1+2 ഡിവൈഡ് ബൈ 3 ആണ്. അതിന്റെ വാല്യൂ 1.67 ആയിരിക്കും. ഡയറ്റോമിക് ഗ്യാസ് ആകുമ്പോൾ എന്ത് സംഭവിക്കുക? ഇത് പഠിക്കേണ്ട ആവശ്യമില്ല.
അറിയാൻ വേണ്ടി ഞാൻ പറയണം എങ്ങനെ ഇത് വന്നെന്ന് ഞാൻ പറയണം. ഡയറ്റോമിക് ഗ്യാസ് കൊണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിന് 3 ഡയറക്ഷൻ മൂവ്മെന്റ് പറ്റും. എക്സ് ഡയറക്ഷൻ ഈ ഒരു ആക്സിസിൽ ചുറ്റും ഇതിന് കറങ്ങാൻ പറ്റും. ഇതൊരു ആക്സിസ് ആണെന്ന് വെക്കുക, ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് വെക്കുക. ഈ ഒരു ആക്സിസിൽ ഇതിന് കറങ്ങാൻ പറ്റും. ഇവിടെ 2 ആറ്റംസ്, ഇതിന് ഇങ്ങനെ കറങ്ങാൻ പറ്റും. ഓക്കെ ഫൈൻ. ഈ ആക്സിസിൽ ഇങ്ങനെ കറങ്ങാൻ പറ്റും ഇതിന്. ഓക്കെ, പക്ഷെ ഈ ആക്സിസ് നോക്കിയേ, ഈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ പോലെ ആക്സിസിനകത്തുറക്കി ഇരിക്കും പോയിന്റ് ആയതുകൊണ്ടേ. അപ്പൊ അതുകൊണ്ട് 5 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് 1 പ്ലസ്, കാരണം 3 ഇങ്ങനെ 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 പോകാൻ പറ്റും, പിന്നെ ഇങ്ങനെ കറക്കാൻ പറ്റും, ഇങ്ങനെ കറക്കാൻ പറ്റും. അപ്പൊ മൊത്തം 5 ഡിഗ്രി ഓഫ് ഫ്രീഡം. 1 + 2/5 ആണ് 1.4. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെയാണ് നമ്മൾ ഇത് വാല്യൂ കണ്ടുപിടിക്കുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കേണ്ട, പഠിക്കണം. ഗാമ 1.4 ആയിരിക്കും ഡയറ്റോമിക് ഗ്യാസിന്, 1.67 ആയിരിക്കും മോണോറ്റോമിക് ഗ്യാസിന്, പോളിഅറ്റോമിക് ഗ്യാസിന് 1.23 ആയിരിക്കും. 1.23 ആയിരിക്കും. ആൻഡ് ഗാമയുടെ വാല്യൂ 1 + 2/degree of freedom. 1 + 2/degree of freedom ആണ് ഗാമയുടെ വാല്യൂ. ഓക്കെ, അങ്ങനെ നമുക്ക് ഇതൊക്കെ പഠിച്ച് പി വി സിയുടെ MRT പഠിച്ച്, ആറിന്റെ വാല്യൂ പഠിച്ച്, CP - CV ഗാമ പഠിച്ച്, CP/CV - CV ആർ എന്ന് പഠിച്ച്, CP/CV ഗാമ എന്ന് പഠിച്ച്, ഗാമന് 1 + 2/degree of freedom പഠിച്ച്, ഡയറ്റോമിക് ഗ്യാസിന് 1.4 എന്ന് പഠിച്ച്, മോണോറ്റോമിക് ഗ്യാസിന് 1.67 എന്ന് പഠിച്ച്, പോളിഅറ്റോമിക് ഗ്യാസിന് 1.23 ആണെന്ന് പഠിച്ചു. ഇനി ഈ 2 ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് CPയുടെയും CVയുടെയും വാല്യൂ ഗാമയുടെ ആറിന്റെ ടേംസ് എഴുതാൻ പറ്റും. CPയുടെയും CVയുടെയും വാല്യൂ ഗാമയുടെ ആറിന്റെ ടേംസ് എഴുതാം. 2 ഇക്വേഷനും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്താൽ മതി. ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് സമയം എടുക്കും. അതുകൊണ്ട് നമ്മൾ ഇത് കാണാൻ പഠിച്ചു വെക്കും. CP എന്ന് പറഞ്ഞാൽ ഗാമ R/γ-1, CV എന്ന് പറഞ്ഞാൽ R/γ-1. ഓക്കെ, CP എന്ന് പറഞ്ഞാൽ ഗാമ R/γ-1, CV എന്ന് പറഞ്ഞാൽ R/γ-1. ഇനി നമുക്ക് നമ്മുടെ ഓരോരോ പ്രോസസ്സിലേക്ക് വരാം. ഇനി നമുക്ക് കുറച്ച് തെർമോഡൈനാമിക് പ്രോസസ്സ് പഠിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഐസോകോറിക് പ്രോസസ്സ്. ഐസോകോറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വോളിയം കോൺസ്റ്റന്റ് ആയ പ്രോസസ്സാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കോൺസ്റ്റന്റ് വോളിയം ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതല്ല നമ്മുടെ ഇവിടെ ഇമ്പോർട്ടൻറ്റ് കാര്യം. നമ്മുടെ ഇമ്പോർട്ടൻറ്റ് കാര്യം അടുത്ത സെന്റൻസ് ആണ്. ഇതിനകത്ത് വോളിയം കോൺസ്റ്റന്റ് ആണ്. അതൊരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് അല്ല, ജസ്റ്റ് എ സിലിണ്ടർ ആണ്. ഓക്കെ, ഞാൻ ഇതിനകത്ത് വോളിയം ഒന്നും മാറാതെ തന്നെ ഇതിന്റെ പ്രഷർ ഇൻക്രീസ് ആയി. ഓക്കെ, വോളിയം മാറാതെ ഇതിന്റെ പ്രഷർ ഇൻക്രീസ് ആയി. എങ്ങനെ ഇത് സാധിക്കും? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. 5 ബാർ പ്രഷർ 25 ബാർ, വർക്ക് ഒന്നും ചെയ്യാതെ വോളിയം മാറിയാൽ മാത്രമേ വർക്ക് നടക്കുകയുള്ളൂ ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം. ഫസ്റ്റ് പോയിന്റ്, എങ്ങനെ ഇതിന്റെ പ്രഷർ ഇൻക്രീസ് ആയി? ആൻസർ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യാം വിത്തൗട്ട് ഡൂയിങ് എനി വർക്ക് ഓൺ സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ, ആദ്യമേ ഞാൻ ഹീറ്റ് കൊടുക്കാതിരുന്ന സമയത്ത് ഇതിനകത്തുള്ള പാർട്ടിക്കിൾസ് എല്ലാം ഇങ്ങനെ ആയിരുന്നു. ഇവർക്ക് എല്ലാവർക്കും ഒരു വൈബ്രേഷനും ഉണ്ടായിരുന്നു. ഓക്കെ, വൈബ്രേഷനും ഉണ്ടായിരുന്നു. ഞാൻ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും. ടെമ്പറേച്ചർ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഇന്റേണൽ എനർജി ഇൻക്രീസ് ആവും. ഇന്റേണൽ എനർജി ഇൻക്രീസ് ആകുമ്പോഴത്തേക്ക് ഇതിന്റെ മൂവ്മെന്റ് ഫാസ്റ്റ് ആവും. അപ്പോൾ ഇത് വന്ന് വാൾസിൽ ഇടിക്കുന്നതിന്റെ സ്പീഡ് ഇൻക്രീസ് ആവും. ഈ വാൾസിൽ ഇടിക്കുന്ന സ്പീഡാണ് പ്രഷറിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അങ്ങനെ ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. അതേപോലെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ നോക്കിയാലോ പ്രഷർ കുറയുകയും ചെയ്യും. കാരണം ടെമ്പറേച്ചർ കുറയുമ്പോൾ ഇന്റേണൽ എനർജി കുറയും. അപ്പോൾ ഈ പാർട്ടിക്കിൾസ് തമ്മിലിടിക്കുന്നതും അത് വന്ന് വാൾസിന്റെ കണ്ണിലിടിക്കുന്ന സ്പീഡ് കുറയും. അപ്പോൾ അങ്ങനെ എന്ത് സംഭവിക്കും? അവിടെ ഇത് കുറയും, പ്രഷർ കുറയും. അപ്പം ബേസിക്കലി ഐസോകോറിക് പ്രോസസ് എന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള ഒരു പ്രോസസ്സാണ്. അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ PV/T ഈസ് എ കോൺസ്റ്റന്റ് എന്നുള്ളതാണ്. അതായത് ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ഇക്വേഷൻ PV/T ഈസ് എ കോൺസ്റ്റന്റ്, അത് എല്ലാത്തിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, എല്ലായിടത്തും നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് PV/T ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഇക്വേഷൻ. അത് എവിടെ നിന്നാണ് കിട്ടുന്നത് അറിയാമോ? അത് കിട്ടുന്നത് PV = MRT എന്നാണ് കിട്ടുന്നത്. PV = MRTക്കകത്ത് PV/T = MR, which is a constant. അപ്പോൾ ഒരു ഐഡിയൽ ഗ്യാസിന് എപ്പോഴും നമുക്ക് PV/T ഈസ് എ കോൺസ്റ്റന്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ കേസിൽ എന്താ പ്രശ്നം? ഈ കേസിൽ വോളിയം 1ഉം വോളിയം 2ഉം സെയിം ആയതുകൊണ്ട് P1/T1 = P2/T2 = P/T ഈസ് എ കോൺസ്റ്റന്റ്. P/T ഈസ് എ കോൺസ്റ്റന്റ്. അപ്പം ഞാനിവിടെ ചൂട് കൊടുത്തപ്പോൾ ഇന്റേണൽ എനർജി കൂടിയപ്പോൾ പ്രഷർ കൂടി എന്നൊക്കെ പറഞ്ഞ സാധനം തന്നെ ഈ ഒരൊറ്റ ഇക്വേഷൻ നമുക്ക് കിട്ടും. P = a constant into T, അല്ലെങ്കിൽ P proportional to T, അല്ലെങ്കിൽ T proportional to P. ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ പ്രഷർ കൂടും. അത് നമുക്ക് ഇക്വേഷനിൽ തന്നെ ഡയറക്റ്റ് കിട്ടും. ബട്ട് സ്റ്റിൽ ഞാനത് എങ്ങനെ നടന്നെന്ന് ഞാൻ പറഞ്ഞു തന്നെയാണ്. തെർമോഡൈനാമിക് ആസ്പെക്ട് മനസ്സിലാക്കി തന്നെയാണ്.
അപ്പോൾ ഈ കേസിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഞാൻ പറയുന്നത് ഏത് കേസാണ്? പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന കേസ് മാത്രമാണ്. പ്രഷർ ഡിക്രീസ് ചെയ്യുന്നതിന് ഓൾമോസ്റ്റ് എല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഓക്കെ, അത് നിങ്ങൾ സ്വയം എഴുതിക്കോണം. പ്രഷർ കൂടുന്ന കേസിൽ എന്തൊക്കെ സംഭവിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഹീറ്റ് നമ്മൾ സപ്ലൈ ചെയ്താൽ പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ ഹീറ്റ് സിസ്റ്റത്തിന് കൊടുത്താൽ അത് പോസിറ്റീവ്, സിസ്റ്റം നമുക്ക് ഹീറ്റ് തന്നാൽ അത് നെഗറ്റീവ്. വർക്ക് നേരെ എങ്ങനെയാണ് വർക്ക്? സിസ്റ്റം വർക്ക് ചെയ്താൽ അത് പോസിറ്റീവ്, സിസ്റ്റം വർക്ക് ചെയ്തത് പോസിറ്റീവ്, നമ്മൾ സിസ്റ്റത്തിൽ വർക്ക് ചെയ്താൽ അത് നെഗറ്റീവ്. അതെന്നുണ്ടെങ്കിൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വോളിയം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് പോസിറ്റീവ് ആയിരിക്കും, വോളിയം ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വർക്ക് നെഗറ്റീവ് ആയിരിക്കും. ഇത് നമ്മുടെ ക്ലോസ്ഡ് സിസ്റ്റത്തിന് മാത്രമേ വാലിഡ് ആയിരിക്കത്തുള്ളൂ. പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റിന് മാത്രമേ വാലിഡ് ആയിരിക്കത്തുള്ളൂ. ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ്, ഹീറ്റ് കിട്ടുന്നെങ്കിൽ സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് കിട്ടുന്നെങ്കിൽ അത് നെഗറ്റീവ്, നമ്മൾ ഹീറ്റ് സിസ്റ്റത്തിന് കൊടുത്താൽ അത് പോസിറ്റീവ്. ഓക്കെ, അങ്ങനെയാണ് സൈൻ കൺവെൻഷൻ, അതുകൂടെ ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ എവിടെ നിന്ന് ജസ്റ്റ് എഴുതിയേക്കാം. നമ്മൾ ഇനി അങ്ങോട്ട് എഴുതും വീണ്ടും, ബട്ട് സ്റ്റിൽ ഞാൻ പറയാണ് വർക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പറയാൻ പറ്റുന്ന ഈ സാധനം ഇങ്ങനെ ഇരിക്കുന്ന സിസ്റ്റം എന്തായിട്ട് മാറി? വോളിയം ഇൻക്രീസ് ആയി. ഇവിടെ നിന്നും ഇതിനെക്കാട്ടും വോളിയം ഇൻക്രീസ് ആയ വർക്ക് ഈസ് പോസിറ്റീവ് എന്ന് പറയാം. വോളിയം ഡിക്രീസ് ചെയ്താൽ വർക്ക് നെഗറ്റീവ്. അതേപോലെ ഹീറ്റ് നമ്മൾ ഉള്ളിലേക്ക് കൊടുത്താൽ ഹീറ്റ് പോസിറ്റീവ്, സിസ്റ്റം ഹീറ്റ് നമുക്ക് തന്നാൽ എപ്പോഴെങ്കിലും സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഹീറ്റ് കിട്ടിയാൽ അത് നെഗറ്റീവ്. ആ സൈൻ കൺവെൻഷൻ ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഹീറ്റ് പോസിറ്റീവ് എന്ന് എഴുതാൻ പറ്റും. വർക്ക് ഇവിടെ നടക്കുന്നില്ല, കാരണം വോളിയം ഇൻക്രീസ് ഇല്ല, വർക്ക് സീറോ. പ്രഷറിന് എന്ത് സംഭവിക്കുകയാണ്? നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ഇന്റേണൽ എനർജി റൈസ് ആവും. ഓക്കെ, ഇന്റേണൽ എനർജി റൈസ് ആയി. ടെമ്പറേച്ചർ റൈസ് ആവും, ടെമ്പറേച്ചർ റൈസ് ആയി. ടെമ്പറേച്ചർ റൈസ് ആകുമ്പോഴത്തേക്ക് അതിൽ തമ്മിലുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇത് കൊളിഷൻ കാരണം എന്ത് സംഭവിക്കും? പ്രഷർ കൂടും. ടെമ്പറേച്ചറും ഇന്റേണൽ എനർജിയും തമ്മിൽ റിലേറ്റഡ് ആണ്. ടെമ്പറേച്ചർ കൂടും ഇന്റേണൽ എനർജി കൂടും, ഇന്റേണൽ എനർജി കൂടുന്ന ടെമ്പറേച്ചർ കൂടും, അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ ഹീറ്റ് എൻട്രോപ്പി റിലേറ്റഡ് ആണ്. എൻട്രോപ്പിയുടെ ഹീറ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് എൻട്രോപ്പി ഇൻക്രീസ് ആവും. ഹീറ്റ് ഒരുപക്ഷെ നെഗറ്റീവ് ആയിരുന്നെങ്കിൽ എൻട്രോപ്പി കുറഞ്ഞാണ്. ഓക്കെ, അത് നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം. അപ്പോൾ നമ്മൾ പി വി ഡയഗ്രം നമുക്കറിയാം, അത് നമുക്ക് ടി എസ് ഡയഗ്രത്തിൽ വരാൻ പറ്റും. ഇവിടെ ടെമ്പറേച്ചറും എൻട്രോപ്പിയും കൂടുകയാണ്, ടെമ്പറേച്ചറും കൂടുകയാണ്, എൻട്രോപ്പിയും കൂടുകയാണ്. 1ൽ നിന്ന് 2ലേക്ക് പോകുമ്പോഴത്തേക്ക് അതാണ് സംഭവിക്കുന്നത്. പ്രഷർ കൂടുന്ന സമയത്ത് ഇതാണ് സംഭവിക്കുന്നത്, പ്രഷർ കുറയുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് വരും. അതാണ് ഇവിടെ പ്രത്യേകിച്ച് പറയുന്നില്ല. അടുത്ത പ്രോസസ്സ് ഐസോബാരിക് പ്രോസസ്സ്, കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സാണ്, നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് ഉണ്ട്, ഇതിനുള്ളിൽ P0 എന്നൊരു പ്രഷർ ഉണ്ട്. ഓക്കെ, അതിന്റെ വോളിയം ഇൻക്രീസ് ആയി, പക്ഷെ സ്റ്റിൽ പ്രഷർ അങ്ങനെ തന്നെ നിൽക്കുന്നു. എങ്ങനെ സാധിക്കാവും? ആദ്യമേ നമ്മൾ ഒരു സാധനത്തിന് നമ്മുടെ ഇൻഡ്യൂഷൻ പറയുന്നത് എന്താ? നമ്മൾ അതിന്റെ വോളിയം കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പ്രഷർ കുറയണം. ഇവിടെ പ്രഷർ കുറയുന്നില്ല. എന്തുകൊണ്ടാണ് പ്രഷർ കുറയാത്തത്? ആൻസർ നേരത്തെ പറഞ്ഞ അതേ ആൻസർ തന്നെ, ഇവിടെ ഹീറ്റ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇങ്ങനെ ഇവിടെ പറഞ്ഞത്, നേരത്തെ ഇത് വോളിയം മാറാതിരുന്ന കേസ് ആയിരുന്നപ്പോൾ ഞാൻ കൊടുത്ത ഹീറ്റ് എന്ത് സംഭവിച്ച്? ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്ത്. ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്തപ്പോഴത്തേക്ക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, അങ്ങനെ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യും. ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള വോൾസിനകത്ത് വന്നിരിക്കുന്ന സ്പീഡ് കൂടുന്നുണ്ട്, പ്രഷർ കൂടുന്നു പറയും. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ച്? അതിന്റെ കൂടെ വോളിയം കൂടി ഇൻക്രീസ് ആയി. വോളിയം കൂടി ഇൻക്രീസ് ആകുമ്പോൾ സംഭവിക്കും ഇൻ സച്ച് എ വേ ദാറ്റ് നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന പ്രഷർ ഉണ്ടാവുന്ന രീതിയിൽ പ്രഷർ ഇൻക്രീസ് ആവാത്ത രീതിയിൽ ഇതിന്റെ വോളിയം ഇൻക്രീസ് ആയി. അപ്പോൾ ഇവിടെ ഇന്റേണൽ എനർജി ഇൻക്രീസ് ആയില്ലേ? ഇൻക്രീസ് ആയി. ടെമ്പറേച്ചർ ഇൻക്രീസ് ആയില്ലേ? ഇൻക്രീസ് ആയി. പിന്നെ എന്തുകൊണ്ട് പ്രഷർ ഇൻക്രീസ് ആയതില്ല? വോളിയം അതിനനുസരിച്ച് ഇൻക്രീസ് ആയി. വോളിയം കോൺസ്റ്റന്റ് ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്റേണൽ എനർജി കാരണം ആ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് കൂടുതലായതുകൊണ്ട് ഇരിക്കും. പക്ഷെ നമ്മൾ ആ വോളിയം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് കൂടുന്നെങ്കിലും അത് തമ്മിലുള്ള റിലേറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം പഴയ പോലെ തന്നെ കിടക്കും. കാരണം ഏരിയ ഓഫ് വോളിയം ഓഫ് വോൾ കൂടുമല്ലേ, കൂടുതൽ വോൾസ് ഉണ്ട് ഇപ്പൊ ഇടിക്കാൻ വേണ്ടി. നമ്മൾ എനർജി കൂടുതൽ കൊടുത്താലും കൂടുതൽ വാൾസിൽ ഇടിക്കണം ഈ പാർട്ടിക്കിൾസിന്. അപ്പം നമ്മൾ ഇന്റേണൽ എനർജി കൂട്ടിയാലും അത് കൊടുക്കുന്ന പ്രഷർ മാറാത്ത രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അതിനാണ് ഐസോബാരിക് പ്രോസസ്. പ്രഷർ മാറാതെ നമ്മൾ ഇരിക്കുന്ന ടൈപ്പ് ഓഫ് പ്രോസസ്സിനെ നമ്മൾ ഐസോബാരിക് പ്രോസസ് എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞ അതേ സാധനം തന്നെ നമുക്ക് P1 V1 ഈസിക്കൽ ടു PV ഈസിക്കൽ ടു PV ബൈ T ഈസിക്കൽ ടു കോൺസ്റ്റന്റ് വെച്ച് നമുക്ക് പറയാൻ പറ്റും. ഈ കേസിൽ എന്താണ് കോൺസ്റ്റന്റ്? പ്രഷർ ആണ് കോൺസ്റ്റന്റ്. അപ്പൊ V ബൈ T is a constant or V proportional to V ഈസിക്കൽ ടു എ കോൺസ്റ്റന്റ് T, അതായത് V proportional to T. ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച്, അതായത് ഹീറ്റ് അപ്ലൈ ബൈ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും, ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് വോളിയം ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. V1 ബൈ T1 ഈസിക്കൽ ടു V2 ബൈ T2 ഈസ് എ കോൺസ്റ്റന്റ് എന്നുള്ള രീതിക്കായിരിക്കും ഈ സംഭവം മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കാര്യം എങ്ങനെയാ? ഇവിടെ നമ്മൾ എക്സ്പാൻഷന്റെ കേസ് മാത്രമാണ് പറയുന്നത്. മറ്റേ കോൺസ്റ്റന്റ് പ്രഷറിൽ വോളിയം വി ഐയിൽ നിന്ന് അല്ലെങ്കിൽ V1ൽ നിന്ന് വി ഫൈനലിലേക്ക് മാറുവാണ്. അപ്പൊ ഈ കേസിൽ എന്ത് സംഭവിക്കും? വോളിയം എന്ത് സംഭവിക്കും? വോളിയം ഇൻക്രീസ് ആവുന്നുണ്ട്. യെസ് വി നോ.
ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്നുണ്ടോ? ഹീറ്റ് കൊടുക്കുന്നുണ്ട്, ഇന്റേണൽ എനർജി കൂടുന്നുണ്ട്, ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്നുണ്ട്. ടെമ്പറേച്ചർ ഇൻക്രീസ് ആയി. ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്റേണൽ എനർജി ഇൻക്രീസ് ആവും, നമുക്കറിയാം. വർക്ക് നടക്കുന്നുണ്ടോ? വോളിയം ഇൻക്രീസ് ആയി, വർക്ക് തീർച്ചയായിട്ടും നടക്കും. ഓക്കെ. ഹീറ്റ് ഉള്ളിലോട്ട് കൊടുക്കുവാണോ പുറത്തോട്ട് കിട്ടുവാണോ? ഇങ്ങോട്ട് കൊടുക്കുവാണ്. ഇപ്പൊ ഹീറ്റ് പോസിറ്റീവ് ആണ്. ഹീറ്റ് നമുക്ക് അപ്പ് എന്ന് പറയണ്ട, ഹീറ്റ് പോസിറ്റീവ് എന്ന് പറയാം. ഹീറ്റ് പോസിറ്റീവ് ആണ്. ഓക്കെ. ആൻഡ് ഫൈനലി എൻട്രോപ്പി എന്താണ്? വർക്ക് ഇൻക്രീസ് ആവുന്ന നമ്മൾ പറയരുത്, വർക്ക് പോസിറ്റീവ് എന്ന് പറയണം. കാരണം സിസ്റ്റം ആണ് വർക്ക് തരുന്നത്. സിസ്റ്റം വർക്ക് തന്നാൽ അത് പോസിറ്റീവ്, നമ്മൾ ഹീറ്റ് കൊടുത്താൽ അത് പോസിറ്റീവ്. ഓക്കെ. അവിടെ നമ്മൾ ഇൻക്രീസും ഡിക്രീസ് അല്ല പറയുന്നത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും, വോളിയം ഇൻക്രീസ് ആവും, ഇന്റേണൽ എനർജി ഇൻക്രീസ് ആവും. ഓക്കെ. എൻട്രോപ്പി ആണെങ്കിലോ, എൻട്രോപ്പി ഈസ് റിലേറ്റഡ് ടു ഹീറ്റ്. ഹീറ്റ് പോസിറ്റീവ് ആണെങ്കിൽ എൻട്രോപ്പി ഓൾസോ ഇൻക്രീസസ്. ഓക്കെ. അങ്ങനെയാണ് നമ്മൾ ഐസോബാരിക് പ്രോസസ്സ് അനലൈസ് ചെയ്യുന്ന. ഐസോബാരിക് പ്രോസസ്സിന്റെ പി ടി ഡയഗ്രാം അല്ല, എൻട്രോപ്പി ടെമ്പറേച്ചർ ഡയഗ്രാം നിങ്ങൾ തന്നെ വരച്ചു നോക്ക് എന്തായിരിക്കും എന്ന്. അത് കഴിഞ്ഞ് ചെക്ക് ചെയ്യും. ദാ എൻട്രോപ്പി 1നേക്കാളും കൂടുതലാണ് 2ൽ. ഓഫ് കോഴ്സ് ആണ്. കണ്ടോ, ഇവിടെ കണ്ടോ, ഇവിടെ കണ്ടോ കൂടുതലാണ്. അതേപോലെ ടെമ്പറേച്ചറും 1നേക്കാൾ കൂടുതലാണ് 2ൽ. കാരണം ടെമ്പറേച്ചർ ഇവിടെ ഇൻക്രീസ് ആവും. അതാണ് ഐസോബാരിക് പ്രോസസ്. അത്രയേ ഉള്ളൂ. അടുത്തത് ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമൽ പ്രോസസ് ഈസ് സംതിങ് തിങ് ടു ബി അണ്ടർസ്റ്റുഡ് വെൽ. എന്താണ് അതിന്റെ കേസ് എന്ന് പറഞ്ഞാൽ, ഈ കേസിൽ രണ്ട് രീതി നമുക്ക് ഐസോതെർമൽ എക്സ്പാൻഷൻ നടത്താം, ഐസോതെർമൽ കംപ്രഷൻ നടത്താം. ഐസോതെർമൽ എക്സ്പാൻഷൻ നടക്കുവാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ഇതിന്റെ വോളിയം ഇൻക്രീസ് ആവും. ഹീറ്റ് കൊടുക്കും വോളിയം ഇൻക്രീസ് ആവും, പക്ഷേ ടെമ്പറേച്ചർ കൂടില്ല. ഹീറ്റ് കൊടുക്കും വോളിയം ഇൻക്രീസ് ആവും, പക്ഷേ ടെമ്പറേച്ചർ കൂടില്ല. ടെമ്പറേച്ചർ കൂടാത്ത രീതിയിലായിരിക്കും സെറ്റ് ചെയ്യുന്നത്. നേരത്തെ പ്രഷർ മാറാത്ത രീതിയിൽ അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ പ്രോസസ്സ് ഇവിടെ ടെമ്പറേച്ചർ മാറുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത്. അതേപോലെ കംപ്രഷൻ ഉണ്ട്, ഐസോതെർമൽ കംപ്രഷൻ ഉണ്ട്. ഐസോതെർമൽ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെയും വോളിയം കുറയും. ഓക്കെ. വർക്ക് വിൽ ബി ഡൺ ഓൺ സിസ്റ്റം. വർക്ക് നെഗറ്റീവ് ആയിരിക്കും. ഹീറ്റ് പുറത്തോട്ട് വരും, പക്ഷേ ടെമ്പറേച്ചർ മാറില്ല. ടെമ്പറേച്ചർ മാറാത്ത രീതിയിലായിരിക്കും ഈ സാധനം സെറ്റ് ചെയ്തത്. ടെമ്പറേച്ചർ മാറൂലെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഇന്റേണൽ എനർജി മാറൂല. ഇന്റേണൽ എനർജി മാറാത്ത രീതിയിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ പ്രോസസ് എന്ന് പറഞ്ഞാൽ P1 V1 P2 V2 എന്നാണ് വരിക. കാരണം P1 ഉം P2 സെയിം ആയി പോയതുകൊണ്ട്. അപ്പം ഈ കേസിൽ P1 V1 P2 V2 PV ഈസ് എ കോൺസ്റ്റന്റ്. PV കോൺസ്റ്റന്റ് ആണ്. അതിന്റെ അർത്ഥം എന്താ? PV കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? PV കോൺസ്റ്റന്റ് ആണെങ്കിൽ P പ്രൊപ്പോർഷണൽ ടു 1/V. അഥവാ പ്രഷർ കൂടിയ വോളിയം കുറയും, പ്രഷർ കുറഞ്ഞ വോളിയം കൂടും. അതാണ് ഈ പറഞ്ഞേക്കുന്ന. ഇവിടെ ഉണ്ടോ, വോളിയം കൂടുമ്പോഴത്തേക്ക് പ്രഷർ കുറഞ്ഞു 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 വരും. ഇവിടെ എന്ന് പറഞ്ഞാൽ വോളിയം ഇങ്ങോട്ട്, ഇപ്പം വോളിയം കൂടി വോളിയം കുറഞ്ഞ് വോളിയത്തിന്റെ വാല്യൂ ഇവിടെ നിന്ന് P1 നിന്ന് P2 കുറയുവാണ്. എക്സിൽ മൈനസ് പോവാണ്. അപ്പോൾ P1 നിന്ന് P2 പ്ലസ് പോവാണ് വൈ ഡയറക്ഷൻ. എഗെയിൻ നമ്മൾ മറ്റിടത്ത് രണ്ടിടത്തും തെർമോഡൈനാമിക് ആസ്പെക്ട് പറഞ്ഞ് ഇവിടെ നമുക്ക് തെർമോഡൈനാമിക് ആസ്പെക്ട് പറയാൻ പറ്റും. പക്ഷേ ഇത് ശ്രദ്ധിച്ചിരിക്കണം, ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കാം എങ്ങനെ സംഭവം. അപ്പം ഇതിന് ആദ്യമേ ഒരു പർട്ടിക്കുലർ വോളിയം ഉണ്ട്, ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ്. ആ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റിനകത്ത് ആദ്യമേ ഒരു പർട്ടിക്കുലർ വോളിയം ഉണ്ട്. അപ്പോൾ അതിനൊരു പർട്ടിക്കുലർ ഇന്റേണൽ എനർജി ഉണ്ട്, അതിനൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? പതുക്കെ ഒരു ഹീറ്റ് ഞാൻ പതുക്കെ സപ്ലൈ ചെയ്യണം. ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന രീതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടാതെയാണ് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത്. അതെങ്ങനെ പറ്റും? ഈ കൊടുക്കുന്ന ഹീറ്റ് മുഴുവൻ ഇന്റേണൽ എനർജിയുടെ ഇൻക്രീസിന് യൂസ് ചെയ്യാതെ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് എക്സ്പാൻഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ഇതിന്റെ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യില്ല, പകരം എന്ത് സംഭവിക്കും? വർക്ക് സംഭവിക്കും, വോളിയം കൂടും. ഇതിനകത്ത് ഉള്ള മാസ് സെയിം ആണ്. ഓക്കെ. പക്ഷേ എന്ത് സംഭവിക്കും? അതിനകത്ത് നമ്മൾ ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു വൈബ്രേഷൻ ഉണ്ടാവുമല്ലോ. അപ്പം ഇങ്ങനെ വൈബ്രേറ്റ് ഇന്റേണൽ എനർജി കൂടാനുള്ള സാധ്യത ഉണ്ടാവുമല്ലോ. പക്ഷേ ഇന്റേണൽ എനർജി കൂടാതെ സമ്മതിക്കൂല. അപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അതിന്റെ വോളിയം കൂട്ടും. കറസ്പോണ്ടിങ് ആയിട്ട് വോളിയം കൂട്ടി ഇന്റേണൽ എനർജി പഴയ പോലെ ആക്കും. തമ്മിലുള്ള വൈബ്രേഷൻസ് ആണല്ലോ ഇന്റേണൽ എനർജി പഴയ പോലെ ആക്കും. അത് കണക്ക് വീണ്ടും കുറച്ചുകൂടെ കൂട്ടുമ്പോഴേ വീണ്ടും ഇന്റേണൽ എനർജി ജസ്റ്റ് കൂടാൻ വേണ്ടി ജസ്റ്റ് അങ്ങോട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അതിന്റെ വോളിയം കൂട്ടി അത് സെറ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് വെക്കും. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന സാധനം വെച്ച് ബാലൻസ് ചെയ്ത് നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ഹീറ്റ് കൊടുക്കുന്ന ഹീറ്റ് മൊത്തം വർക്കായിട്ട് കൺവേർട്ട് ആവും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കും? പ്രഷറിനനുസരിച്ച് വോളിയം കുറയും. വോളിയം കൂടുന്നതുകൊണ്ട് പ്രഷർ കുറയും. കാരണം ഇതിനകത്ത് എക്സ്ട്രാ ഇന്റേണൽ എനർജി ഇല്ല, ഇന്റേണൽ എനർജിയോ ടെമ്പറേച്ചറോ ഇല്ല. ഇതിനകത്ത് എന്ത് കൂട്ടാൻ വേണ്ടിയിട്ട്? പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ടില്ല. വോളിയം കൂടുന്നതിനനുസരിച്ച് പ്രഷർ കൂട്ടാൻ പറ്റൂല, കാരണം ഇന്റേണൽ എനർജി കോൺസ്റ്റന്റ് ആക്കി വെച്ചോണ്ടിരിക്കുക.
ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. സോ യു ക്യാൻ ഡു വൺ തിങ്, ഈ പറയുന്ന സാധനം മനസ്സിലാക്കി വെച്ചാൽ മതി. P1 V1 P2 V2 ഇങ്ങനെയാണ് ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് കൺസെപ്റ്റ് എങ്ങനെയാണ്? എക്സാമ്പിൾ എക്സ്പാൻഷൻ ടെമ്പറേച്ചർ മാറൂല, ഇന്റേണൽ എനർജി മാറൂല, രണ്ടും സെയിം ആയിരിക്കും. ഹീറ്റ് ഓഫ് കോഴ്സ് ഹീറ്റ് ആഡ് ചെയ്യുന്നുണ്ട്, അത് പോസിറ്റീവ് ആണ്. ഞാൻ പറഞ്ഞത് എക്സ്പാൻഷൻ ആണ്, കോൺട്രാക്ഷന് ഓപ്പോസിറ്റ് ആണ്. ഹീറ്റ് മാറുന്നതിന് ഹീറ്റ് കൂടുന്നതിന് അതിൻ്റെ അർത്ഥം എന്താ? എൻട്രോപ്പി തീർച്ചയായിട്ടും മാറും, കാരണം ഹീറ്റും എൻട്രോപ്പിയും കൂടെ റിലേറ്റഡ് ആണ്. നൗ പ്രഷറും വോളിയം കൂടുന്നുണ്ട് ഈ കേസിൽ എക്സ്പാൻഷൻ സമയത്ത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രഷർ എന്ത് സംഭവിക്കും? കുറയും. അത് നമുക്കറിയാം, ഈ ഇക്വേഷൻ വെച്ച് പി വി ഇസ് കോൺസ്റ്റന്റ് എന്ന ഇക്വേഷൻ വെച്ചിട്ട് പ്രഷർ നമുക്ക് കുറയുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഫൈനലി വോളിയം കൂടുന്നുണ്ട്, വർക്കും കൂടുന്നുണ്ട്. ഇതിന്റെ തെർമോഡൈനാമിക്കൽ ആസ്പെക്ട് ഞാൻ അധികം കൂടുതൽ സംസാരിക്കുന്നില്ല, നിങ്ങൾക്ക് അധികം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. പക്ഷേ ഇത് മനസ്സിലാക്കി വെച്ചേക്കുക, പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുന്ന രീതിയിലായിരിക്കും ഈ സാധനം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ബിക്കോസ് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ഇന്റേണൽ എനർജി റൈസിന് ഉപയോഗിക്കാതെ മുഴുവൻ എന്തായിട്ട് സംഭവിക്കുകയാണ്? വർക്കായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇന്റേണൽ എനർജി ഇത് ഇൻക്രീസ് ഇല്ലാതെ തന്നെ വോളിയം കൂടുകയാണ്. ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാതെ വോളിയം കൂടിക്കഴിഞ്ഞാൽ ആ പാർട്ടിക്കിൾസിന് പഴയ എനർജി തന്നെ ആയിരിക്കും, പക്ഷേ വോൾസ് കൂടും. വോളിയം കൂടുന്നതുകൊണ്ട് കൂടുതൽ വാൾസിൽ ഇരിക്കേണ്ടി വരും. അപ്പോൾ എന്ത് സംഭവിക്കും? പ്രഷർ കുറയും. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കും, അല്ലെന്നുണ്ടെങ്കിൽ വിട്ടേക്കും. അടുത്ത പ്രോസസ്സ് അഡയബാറ്റിക് പ്രോസസ്സ്. അഡയബാറ്റിക് പ്രോസസ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അഡയബാറ്റിക് എക്സ്പ്രഷൻ, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാത്ത രീതിയിലുള്ള എക്സ്പാൻഷനും കോൺട്രാക്ഷനും. കാരണം വാൾസ് ഇൻസുലേറ്റഡ് ആണ്, കംപ്ലീറ്റ്ലി ഇൻസുലേറ്റഡ് ആയി വെച്ചിരിക്കുന്ന വാൾസ് ആണ്. ആ കേസിൽ ഉള്ള ഒരു എന്താ പറയാ, എക്സ്പാൻഷനും കോൺട്രാക്ഷനും ആണ് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ് 1 ഇങ്ങനെ ഇരിക്കുന്ന, സ്റ്റേറ്റ് 2 ഇങ്ങനെ ഇരിക്കുന്ന, പക്ഷേ ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫറേ ഇല്ല. അപ്പോൾ ഈ വർക്ക് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിന്റെ ഇന്റേണൽ എനർജി കൊണ്ട് വർക്ക് ഉണ്ടായെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓഫ് അത് നമുക്ക് ഫസ്റ്റ് ലാബ് തെർമോഡൈനാമിക്സിൽ എനർജി വെച്ച് പഠിക്കാം. തൽക്കാലം അത് മനസ്സിലാക്കണ്ട. ഇതിന്റെ ആ ഇക്വേഷൻ, ആ ഒരു പ്രോസസ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പി വി റേസ് ടു ഗാമ ഇസ് എ കോൺസ്റ്റന്റ്. അങ്ങനെയായിരിക്കും അഡയബാറ്റിക് പ്രോസസ്സിന്റെ ഇക്വേഷന്റെ ഫോർമുല. ഈ പി വി റേസ് ടു ഗാമ കോൺസ്റ്റന്റ് ആകുമ്പോഴത്തേക്ക് പി വി കോൺസ്റ്റന്റ് അല്ലെന്ന് പറയാൻ പറ്റുമോ? പി വി ബൈ ടി കോൺസ്റ്റന്റ് അല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് പി വി ബൈ ടി അല്ല, പി വി സിക്കോട്ട് എൻ ആർ ടി ഐഡിയ ഗ്യാസിന് എപ്പോഴും വരുന്നതാണ്. പി വി സിക്കോട്ട് എം ആർ ടി ഐഡിയ ഗ്യാസിന് എപ്പോഴും വരുന്നതാണ്. അതിന്റെ കൂടെ ഈ ഒരു ഫംഗ്ഷനും കൂടെ കയറി വരും. നേരത്തെയും ഈ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ പ്രഷർ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ വോളിയം കോൺസ്റ്റന്റ് അങ്ങനെ വന്നുകൊണ്ടിരുന്നത്. ഇവിടെ പി വി റേസ് ടു ഗാമ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും കൂടെ കയറി വരും. ഇതിനകത്ത് നമ്മൾ പി വി സിക്കോട്ട് എം ആർ ടി ഒക്കെ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ടി വി റേസ് ടു ഗാമ മൈനസ് 1 കിട്ടുന്നത്. അപ്പോൾ അതും വേണമെങ്കിൽ ഓർത്ത് വെച്ചോ. പി വി ബൈ ഗാമ ഇസ് എ കോൺസ്റ്റന്റ്, ടി വി റേസ് ടു ഗാമ മൈനസ് 1 ഇസ് എ കോൺസ്റ്റന്റ്. അതുപോലെ പിയും ടിയും നമ്മൾ ഇക്വേഷൻ ഉണ്ട്, അല്ലെങ്കിൽ എല്ലാം കൂടെ പഠിക്കേണ്ട, ഇത് രണ്ടും പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് അഡയബാറ്റിക് പ്രോസസ്സ്. അഡയബാറ്റിക് പ്രോസസ്സിൽ എന്ത് സംഭവിക്കും? വോളിയം കൂടുന്നതിനനുസരിച്ച് പ്രഷർ കുറയുകയാണ് ചെയ്യുക. എഗൈൻ ഞാൻ കൂടുതൽ അതിന്റെ തെർമോഡൈനാമിക്സ് ഇൻസൈഡിലോട്ട് ഞാൻ പോകുന്നില്ല. ഇന്റേണൽ എനർജി വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, ഹീറ്റ് അപ്ലൈ ചെയ്യാതെ എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കുക. ഓക്കെ, സോ ഈ കേസിൽ എന്താ സംഭവിക്കുന്നത്? ഹീറ്റ് 0 ആയിരിക്കും. ഓക്കെ, ഹീറ്റ് 0 ആയിരിക്കും. അപ്പം ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രത്തിനകത്ത് നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും ഈ സാധനം? നേരെ താഴോട്ട് അല്ലെങ്കിൽ നേരെ മുകളിലോട്ട്. ഹീറ്റ് മാറുന്നില്ല, സോ എൻട്രോപ്പി മാറില്ല. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഐഡിയൽ ഗ്യാസ് കണ്ടീഷനൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞു ഈ ഒരു ഇക്വേഷൻ ഇത് കോൺസ്റ്റന്റ് പഠിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് അറിയാമോ? ഈ ഒരു ഇക്വേഷനാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇതിനും അടുത്ത പോളിട്രോപിക് പ്രോസസ്സിനും സിമിലർ ഇക്വേഷനാണ് വരുന്നത്. ഒരു സ്റ്റേറ്റ് 1-ൽ നിന്ന് ഒരു സ്റ്റേറ്റ് 2-ലേക്ക് മാറുന്ന കേസിൽ T2 by T1 is equal to P2 by P1 raised to gamma minus 1 by gamma is equal to V1 by V2. തിരിയും, V1 by V2 raised to gamma minus 1 by gamma ഇല്ല. അപ്പം T2 by T1, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ അടുത്ത ഇതിന്റെ ആപ്ലിക്കേഷനോട്ട് പോകുമ്പോഴൊക്കെ നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ ആയിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ നല്ലപോലെ പഠിക്കണം. നിങ്ങൾ വേണമെങ്കിൽ ഒരു പേപ്പറിലൊക്കെ എഴുതി വേണമെങ്കിൽ ഫ്രണ്ടിലൊക്കെ കാണും വെച്ചോ, എല്ലാ ദിവസവും നമുക്ക് കാണാൻ വേണ്ടിയൊക്കെ വെച്ചോ. അപ്പം വീണ്ടും ഓർക്കാൻ പറ്റും. എങ്ങനെയാണ്? T2 by T1 is equal to P2 by P1 raised to gamma minus 1 divided by gamma is equal to V1 by V2 raised to gamma minus 1. T2 by T1 is equal to P2 by P1 raised to gamma minus 1 divided by gamma is equal to V1 by V2 raised to gamma minus 1. അതാണ് ഇക്വേഷൻ. ഓക്കെ, 5 പ്രാവശ്യം പറഞ്ഞു നോക്ക്, അത് നമ്മുടെ മനസ്സിൽ കയറണം. എന്തായാലും മറന്നുപോകും, എത്ര പ്രാവശ്യം പറഞ്ഞു നോക്കിയാലും വീണ്ടും മറന്നുപോകും. വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മറക്കൂല, ഓർത്തുകൊണ്ടിരിക്കുന്ന നമ്മൾ മറക്കൂല. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ഹീറ്റ് 0 ആണ്. ഹീറ്റ് 0 ആണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് 0 ആയിരിക്കും? എൻട്രോപ്പി
സീറോ ആയിരിക്കും, എൻട്രോപ്പി ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, എക്സ്പാൻഷൻ ആണ്, ഇന്റേണൽ എനർജി ഉപയോഗിച്ചിട്ടാണ് എക്സ്പാൻഷൻ നടക്കുന്നത്. എക്സ്പാൻഷൻ നടക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും? വർക്ക് ഡൺ എന്താവും? പോസിറ്റീവ് ആയിരിക്കും. വർക്ക് ഡൺ പോസിറ്റീവ് ആയിരിക്കും. ടെമ്പറേച്ചർ കുറയും, ഇന്റേണൽ എനർജിയും കുറയും. കാരണം ഹീറ്റ് ഒന്നും ഇല്ല, അതിനകത്തുള്ള ഇന്റേണൽ എനർജി ഉപയോഗിച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? അതിനകത്ത് വർക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇന്റേണൽ എനർജി കുറയും, ഇന്റേണൽ എനർജി വർക്കായിട്ട് മാറും, അപ്പൊ ഇന്റേണൽ എനർജി ഇല്ല. അതുകൊണ്ട് ടെമ്പറേച്ചറും കുറയും. ഓക്കെ, ഫൈൻ. അതേപോലെ തന്നെ ഇന്റേണൽ എനർജി ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇന്റേണൽ എനർജി മാറുന്നതനുസരിച്ച് പ്രഷറും മാറും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്റേണൽ എനർജി കൂടിയ സിസ്റ്റത്തിനകത്താണെങ്കിൽ കൂടുതൽ വാൾസ് തമ്മിൽ ഇടി ഉണ്ടാവും, പ്രഷർ കൂടുതലായിരിക്കും. അപ്പൊ ഇന്റേണൽ എനർജി മൊത്തം വർക്കായിട്ട് കൺവേർട്ട് ചെയ്ത് ഇന്റേണൽ എനർജി കുറഞ്ഞ് ടെമ്പറേച്ചറും കുറഞ്ഞാൽ തീർച്ചയായും പ്രഷറും കുറയും. അപ്പോൾ ഇങ്ങനെയായിരിക്കും ആ സംഭവം വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ടെമ്പറേച്ചറും പ്രഷർ കുറയുകയാണ്, ടെമ്പറേച്ചറിന് ഈ കർവിലില്ല, പക്ഷേ ഈ കർവിനകത്ത് നമുക്ക് മനസ്സിലാവും ടെമ്പറേച്ചറും കുറയുകയാണ്. ഓക്കെ, അങ്ങനെയാണ് അഡയബാറ്റിക് ഇക്വേഷൻ. ഇത് ഓർക്കുക, ഒന്നുകൂടെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു നോക്കാം. T2 by T1 is equal to P2 by P1 raised to gamma minus 1 divided by gamma is equal to V1 by V2 raised to gamma minus 1. ഇത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, നൗ പോളിട്രോപിക് പ്രോസസ്. പോളിട്രോപിക് പ്രോസസ്സിന്റെ പ്രത്യേകത, ഹീറ്റ് സീറോ അല്ല. ഹീറ്റ് ഇല്ലാത്തൊരവസ്ഥയില്ല. ഹീറ്റ് തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്ലൈ വരുന്നുണ്ട്. പക്ഷേ PV raised to gamma എന്നുള്ളതല്ല, PV raised to n ആയിരിക്കും ഇവിടുത്തെ കോൺസ്റ്റന്റ്. P1 V1 raised to n is equal to P2 V2 raised to n, അതായിരിക്കും കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഈ കേസ് നമുക്ക് പറയാം, ഇത് ഫോഴ്സ് എക്സ്പാൻഷൻ നടക്കുന്ന സമയത്ത് വോളിയം കൂടുമ്പോഴത്തേക്ക് പ്രഷർ കുറയുമെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ഈ സെയിം കർവ് ആയിരിക്കില്ല. ഇത് ഗാമ ഉള്ളപ്പോഴാണ്, ഇത് n ഉള്ളപ്പോഴാണ്. n മോസ്റ്റ് ഓഫ് ദ സമയം ഗാമയെക്കാളും ചെറുതായിരിക്കും, വണ്ണിനേക്കാളും കൂടുതലായിരിക്കും n. ജനറൽ കേസിലെല്ലാം ഗാമയെക്കാളും കുറവായിരിക്കും, വണ്ണിനേക്കാളും കൂടുതലായിരിക്കും. സ്പെഷ്യൽ കേസിന് മാത്രം n ഗാമയേക്കാൾ വലുതാവും. മോസ്റ്റ് ഓഫ് ദ കേസിൽ വണ്ണിനും ഗാമയ്ക്കും ഇടയ്ക്കായിരിക്കും n എപ്പോഴും വരിക. അതായത് ഒരു ഡയറ്റോമിക് ഗ്യാസിൽ ഗാമ 1.4 ആണെന്ന് നമുക്കറിയാം, മോണോറ്റോമിക് 1.67 എന്നറിയാം, മറ്റേതിൽ 1.23 ആണെന്ന് നമുക്കറിയാം. അപ്പം ഈ ഒരു 1 എന്നോ 1.02 എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ വാല്യൂസ് ആയിരിക്കും n മോസ്റ്റ് ഓഫ് ദ ടൈം വരിക. ചില സമയത്ത് ഗാമയെക്കാളും വലുതാവാറുമുണ്ട് സ്പെഷ്യൽ കേസുകളിൽ. ഇക്വേഷൻ അഗെയിൻ മറ്റേതിൻ്റെ അതേ ഇക്വേഷൻ തന്നെ, ഗാമയ്ക്ക് പകരം പോളിട്രോപിക്കിൽ ഗാമയില്ല, n ആണ് മക്കളെ, n ആണ്. Okay, T2 by T1 is equal to P2 by P1 raised to n minus 1 by n is equal to V1 by V2 raised to n minus 1. അത്രയാണ് ഇക്വേഷൻ. അപ്പം ഈ കേസിൽ എക്സ്പാൻഷൻ ആണ്, സോ വോളിയം കൂടുന്ന, വോളിയം ഇൻക്രീസ് ആവും, പ്രഷർ ഡിക്രീസ് ആവും, വർക്ക് പോസിറ്റീവ് ആണ്, ഹീറ്റ് നോട്ട് ഈക്വൽ ടു സീറോ ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് എന്താ? ഹീറ്റ് കൂടുമോ ഹീറ്റ് കുറയുമോ? ഹീറ്റ് കൂടുമോ ഹീറ്റ് കുറയുമോ? It depends on the process. എന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ള കാര്യം. സോ ദാറ്റ് ഈസ് ഡിപ്പെൻസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് തെർമോഡൈനാമിക് പ്രോസസ് എല്ലാം കൂടെ നമ്മൾ ഒരു എണ്ണത്തിന് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനെയും നമുക്ക് എന്ന് വിളിക്കാം, വേണമെങ്കിൽ അതിനെ ഒരു പോളിട്രോപിക് പ്രോസസ് വിളിക്കാം. പക്ഷേ n സീറോ ആവുന്ന കേസിൽ ഐസോബാറിക് എന്ന് വിളിക്കാം, n 1 ആകുമ്പോൾ ഐസോതെർമൽ എന്ന് വിളിക്കാം, n പോളിട്രോപിക് എന്ന് വിളിക്കാം, n ഗാമ ആകുമ്പോൾ അഡിയാബാറ്റിക് എന്ന് വിളിക്കാം, n ഇൻഫിനിറ്റി ആകുമ്പോൾ ഐസോകോറിക് എന്നും വിളിക്കാം. ഓക്കെ, പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഡോ പി ബൈ ഡോ വി, അതായത് പ്രഷർ വോളിയം കർവ്, ഈ പറയുന്ന പ്രഷർ വോളിയം കർവിന്റെ സ്ലോപ്പിനെയാണ് ഡോ പി ബൈ ഡോ വി നമുക്ക് വിളിക്കുന്നത്. അത് ഐസോതെർമലിനും അഡിയാബാറ്റിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഐസോതെർമൽ ഞാൻ കണ്ടുപിടിച്ചാൽ എനിക്ക് -P/V എന്നായിരിക്കും കിട്ടുക. അഡിയാബാറ്റിക് ആണെങ്കിൽ കണ്ടുപിടിക്കാൻ എനിക്ക് ഗാമ ഇൻറ്റു -P/V എന്നാണ് കിട്ടുക. അപ്പം ഞാൻ രണ്ടും കൂടെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ എന്ന് പറയാൻ പറ്റും, ഡോ പി ബൈ ഡോ വി ഓഫ് അഡിയാബാറ്റിക്, അതായത് ഗാമ -P/V എന്നുള്ള സാധനത്തിന് ഈക്വൽ ടു ഗാമ ഇൻറ്റു ഡോ പി ബൈ ഡോ വി ഐസോതെർമൽ എന്ന് പറയാൻ പറ്റും. ഐസോതെർമലിന് ഒരു സ്ലോപ്പ് ഉണ്ടല്ലോ, ആ സ്ലോപ്പിനെ ഞാൻ ഗാമ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ, ആ ഗാമയുടെ വാല്യൂ 1നേക്കാളും എപ്പോഴും കൂടുതലായിരിക്കും, മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് അഡിയാബാറ്റിക്കിലെ സ്ലോപ്പ് കിട്ടുള്ളൂ. അപ്പം ഐസോതെർമലിന്റെ സ്ലോപ്പിനേക്കാൾ 1.something വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ കൂടുതലല്ലേ കിട്ടും. അപ്പൊ ഐസോതെർമൽ എന്താണോ ഇതിന്റെ സ്ലോപ്പ് അതിനേക്കാൾ കൂടുതലായിരിക്കും എപ്പോഴും അഡിയാബാറ്റിക്കിന്റെ സ്ലോപ്പ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ ഞാൻ സ്ലോപ്പ് എടുക്കുക, ഇങ്ങനെ കിട്ടുന്ന സ്ലോപ്പ്, അഡിയാബാറ്റിക്കിന്റെ സ്ലോപ്പ് ഇങ്ങനെയായിരിക്കും കിട്ടുക.
ഇതിന്റെ സ്ലോപ്പ് ആയിരിക്കും ഇതിന്റെ സ്ലോപ്പിനേക്കാളും വലുത്. അപ്പോൾ അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അവിടെ രണ്ടിനും -p/v ആണ്, -p/v ആണ് ഐസോതെർമലിന്റെ സ്ലോപ്പ്. അഡിയാബാറ്റിക്കിന്റെ സ്ലോപ്പ് ഗാമ ഇൻറ്റു -p/v ആണ്. അപ്പോൾ ഐസോതെർമലിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കുറച്ചുകൂടി ചെറുതായിരിക്കും, അല്ലെങ്കിൽ അഡിയാബാറ്റിക്കിന്റെ സ്ലോപ്പ് ആയിരിക്കും സ്റ്റീപ്പർ ദാൻ ഐസോതെർമലിന്റെ സ്ലോപ്പ്. അങ്ങനെ ഒരു കണ്ടീഷൻ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റും. ഇനി ഈ പ്രോസസ്സുകളെല്ലാം ഒന്നുകിൽ ഇങ്ങനെ നടക്കും, അല്ലെങ്കിൽ കംപ്രഷൻ ആവുകയാണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ നടക്കും, ഇങ്ങനെ നടക്കും. എന്തായാലും ഈ ഭാഗത്തൊന്നും വരില്ല, ഈ ഭാഗത്തൊന്നും വരില്ല. ഒന്നുകിൽ ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഭാഗത്ത്. ഇവിടെ മാത്രമേ ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ഈ ഭാഗത്തും ഒരു പ്രോസസ്സും വരുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. പ്രോസസ്സുകൾ ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടംപോലെ പ്രോസസ്സുകൾ വരാം. പക്ഷേ നമുക്കറിയാവുന്ന ഈ 5 പ്രോസസ്സുകൾ ഒന്നുകിൽ ഈ പറയുന്ന ഈ പത്തിനിക്കൊടിന്റെ അകത്ത് ഇവിടെ, അല്ലെങ്കിൽ ഇതിന്റെ പിറകോട്ട് പോയിട്ട് ഇവിടെ ഈ ഒരു ക്വാഡ്രന്റ് അല്ലെങ്കിൽ ഈ ഒരു ഈ 2 ക്വാഡ്രന്റിൽ മാത്രമേ എന്ത് വരുള്ളൂ, ഈ പ്രോസസ്സുകൾ വരത്തുള്ളൂ. ദാറ്റ് ഈസ് സംതിങ് ടു ബി അണ്ടർസ്റ്റുഡ്. ഇനി നമുക്ക് 2 സ്മോൾ ടോപ്പിക്സും കൂടെ ഉള്ളൂ ഈ സെഷൻ തീർക്കാൻ വേണ്ടി. ഒന്ന് വർക്ക് നമ്മൾ ഓൾറെഡി എല്ലാം പറഞ്ഞു കഴിഞ്ഞ്, ബട്ട് സ്റ്റിൽ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് സംതിങ് മോർ. വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ ബൈ എ സിസ്റ്റം. ഓക്കെ, വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ ബൈ ദ സിസ്റ്റം whose effect on things external to system is equal to raising of weights. വെയിറ്റ് പൊക്കുന്നതുമായിട്ട് ബന്ധമുള്ള രീതിയിലുള്ള ഒരു എന്താണ് പറയുക എന്നെനിക്ക് അറിയില്ല. അതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന സംഗതികൾ ഇത് ചെയ്താൽ വർക്ക് ചെയ്തെന്ന് പറയാം. ഉദാഹരണം ഞാൻ പറഞ്ഞു, അപ്പം മനസ്സിലാവും. പിസ്റ്റൺ ഉണ്ടല്ലോ, പിസ്റ്റൺ. അപ്പൊ നമ്മൾ ഈ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോഴേ ഇവിടെ ഒരു വെയിറ്റ് ഉണ്ടെന്ന് വയ്ക്കും, വെയിറ്റ്. അപ്പം ഈ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്തോ ശരിക്കും സംഭവിക്കുന്നത്, ഈ വെയിറ്റിനെ ഇത് ഉയർത്തുന്നു എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ അവിടെ വർക്ക് ഡൺ ചെയ്തു. അതേപോലെ വെയിറ്റിനെ താഴ്ത്തുന്ന സമയത്താണെങ്കിൽ നെഗറ്റീവ് വർക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് തെർമോഡൈനാമിക് വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡൺ ബൈ എ സിസ്റ്റം ഹൂസ് എഫക്ട് ഓൺ തിങ്സ് എക്സ്റ്റേണൽ ടു സിസ്റ്റം ഈസ് ഈക്വൽ ടു റൈസിങ് ഓഫ് വെയിറ്റ്. അതുപോലെ ഇപ്പോൾ തന്നെ നമ്മൾ ഒരു മോട്ടറോ മറ്റോ നമ്മൾ പറയാൻ പറ്റും. അപ്പോൾ അതിന്റെ വർക്ക് ആണെങ്കിലും ഇതിന്റെ ഒരു വെയിറ്റ് വെച്ചിട്ട് ഇതിങ്ങനെ കറങ്ങുമ്പോഴത്തേക്ക് ഇത്ര വെയിറ്റ് മേലോട്ട് പൊങ്ങിയാൽ വർക്ക് ചെയ്തു നമുക്ക് പറയാൻ പറ്റും. അതേപോലെയാണ് നമുക്ക് ഡെഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. വെയിറ്റ്സ് റൈസ് ചെയ്യുന്നതിന് ഇക്വലന്റ് ആയിട്ടുള്ള പ്രവർത്തികൾ ഒരു സിസ്റ്റം ചെയ്താൽ അതിനെ നമുക്ക് തെർമോഡൈനാമിക് വർക്ക് എന്ന് പറയാൻ പറ്റും. അത് തെർമോഡൈനാമിക് സിസ്റ്റം ആയിരിക്കുകയും വേണം. ഓക്കെ, ഇറ്റ്സ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമല്ല, പക്ഷെ ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. ക്ലോസ് സിസ്റ്റം വർക്കിന്റെ ഇക്വേഷൻ എന്താണ്? ക്ലോസ് സിസ്റ്റം വർക്കിന്റെ ഇക്വേഷൻ ഞാൻ നേരത്തെ തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വോളിയം ഇൻക്രീസ് ആയാൽ വർക്ക് നടന്നുകൊണ്ടിരിക്കും ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം. ക്ലോസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ്. വേറെ ഒന്നും നമ്മൾക്ക് ഇനി വേറെ എക്സാമ്പിൾസ് അവർ വേണമെങ്കിൽ കൊണ്ടുതരാം, പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് തന്നെ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് വരുന്നെങ്കിൽ മാത്രമാണ് ക്ലോസ് സിസ്റ്റം വരുന്നത്. അപ്പോൾ മാത്രമേ നമുക്ക് ക്ലോസ് സിസ്റ്റം വർക്ക് പറയാൻ പറ്റൂ. ക്ലോസ് സിസ്റ്റം വർക്കിനകത്താണ് വോളിയം ഇൻക്രീസ് ആകുമ്പോഴത്തേക്ക് വർക്ക് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ആ വർക്കിന്റെ ഇക്വേഷൻ എന്താ? ആ വർക്ക് എന്ന് പറഞ്ഞാൽ ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ ആണ്. ഹീറ്റ് മാതിരി ഡെൽ ഡബ്ല്യു ആണ്, ഡി ഡബ്ല്യു അല്ല. കാരണം അത് പാത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സംഗതിയാണ്. പാത്തിന് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മൾ പോയിന്റ് ഫംഗ്ഷൻ ആണ് ഡി യു ഡി അങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഇവിടെ നമുക്ക് ഡെൽ ആണ് പറയുന്നത്. ഒരു സ്മോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ പ്രഷർ ടൈംസ് സ്മോൾ ചേഞ്ച് ഇൻ വോളിയം. ഓക്കെ, അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വർക്ക് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് പി ഡി വി. ഈ പി എന്ന് പറഞ്ഞാൽ സം സോർട്ട് ഓഫ് ഫംഗ്ഷൻ ആവാം, എന്തെങ്കിലും വ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫംഗ്ഷൻ ആയിട്ട് വരാം, എങ്ങനെയെങ്കിലും നമുക്ക് വരാൻ പറ്റും. അപ്പം ഇന്റഗ്രൽ പി ഡി വി ആണ് വർക്ക് ഡൺ ബൈ എ ക്ലോസ് സിസ്റ്റം നമുക്ക് പറയാൻ പറ്റും. അതിനെ നോൺ ഫ്ലോ വർക്ക് എന്നാണ് പറയുന്നത്. ഫ്ലോ വർക്ക് എന്ന് പറഞ്ഞാൽ ഓപ്പൺ സിസ്റ്റം ചെയ്യുന്ന വർക്ക്. നമ്മൾ പവർ പ്ലാന്റിലൊക്കെ പഠിക്കുന്ന ടൈപ്പ് സിസ്റ്റം ഓപ്പൺ സിസ്റ്റം, മാസ് കയറുന്ന മാസ് പുറത്തോട്ട്, എയർ കയറുന്ന എയർ പുറത്തോട്ട് വരുന്നത്, ഇങ്ങനെ സിസ്റ്റം ചെയ്യുന്ന വർക്കിന് നമുക്ക് ഫ്ലോ വർക്ക് എന്ന് വിളിക്കാം. ഇത് നോൺ ഫ്ലോ വർക്കാണ്, ബൗണ്ടറി വർക്കാണ്. ഇതിനെ ക്ലോസ് സിസ്റ്റം വർക്ക് എന്ന് വിളിക്കുക. അതിന്റെ ഇക്വേഷൻ ആണ് പി ഡി വി. del W is equal to integral PdV. Del W is equal to PdV and W is equal to integral PdV. ഓക്കെ, ഇതിനെപ്പറ്റി നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽ നമുക്ക് പറയാനുണ്ട്, നമുക്ക് പറയാം. അതിന് മുന്നേ മനസ്സിലാക്കേണ്ടത് വർക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാത്ത് ഫംഗ്ഷൻ ആണ്. ഞാൻ പറഞ്ഞു ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ ആണ്. ഇതൊക്കെ നമുക്ക് MCQ വരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഡെൽ ഡബ്ല്യു വരുന്നത് അതുകൊണ്ടാണ്, ബിക്കോസ് 2 പോയിന്റ്സ് അല്ല, അതാണ് സംഭവം. 2 പോയിന്റ്സ് അല്ല, ഇനിഷ്യലും ഫൈനലും പോയിന്റ്സിനെ മാറും ഡിപ്പെൻഡ് ചെയ്യില്ല, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് വർക്കും ഹീറ്റൊക്കെ വരുന്നത്. ഓക്കെ, now it's a boundary phenomenon. Okay, closed system work boundary phenomenon. Boundary എക്സ്പാൻഷനും കോൺട്രാക്ഷനും ആണ് അതിന്റെ ബൗണ്ടറി ആണ്. സിസ്റ്റം എക്സ്പാൻഡ് എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിന്റെ ആ ഒരു നമ്മുടെ സിസ്റ്റത്തിന്റെ ബൗണ്ടറി, ആ എയറിന്റെ ബൗണ്ടറി ആണ് എക്സ്പാൻഡ് ആവുന്നത് അവിടെ. അപ്പോൾ ബൗണ്ടറി ഫിനോമിനൻ എന്ന് പറയാം. Now it's a transient form of energy and finally not a property or point function.
ഓക്കെ, പാത്ത് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ എന്താ പോയിന്റ് ഫംഗ്ഷനും പ്രോപ്പർട്ടി ഒന്നും അല്ല, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെയാണ് പോയിന്റ് റിലേറ്റഡ് ടു നോൺ ഫ്ലോ വർക്ക്. ഇനി നമുക്ക് ഗ്രാഫിക്കലായിട്ട് എന്താണ് സംഭവം നമുക്ക് നോക്കാം. ഗ്രാഫിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതാ പി ഉണ്ട് വി ഉണ്ട്. ഒരു സ്റ്റേറ്റ് പി ഐ വി ഐ വേണമെങ്കിൽ P1 V1 എന്ന് വിളിക്കാം. അത് പി എഫ് വി എഫ് ആയിട്ട് മാറുവാണ്. ഓക്കെ, ഇത് പറഞ്ഞാൽ വോളിയം ഇൻക്രീസ് ആവുകയാണ്. സോ എക്സ്പാൻഷൻ പ്രോസസ് ആണ്. ഈ പി വിക്ക് ഡയഗ്രത്തിനകത്ത് പല രീതിയിൽ നമുക്ക് പ്രോസസ് വരാൻ നമുക്കറിയാം. നമുക്ക് ഇങ്ങനെ ഒരു പ്രോസസ് വരാം, ഇങ്ങനെ ഒരു പ്രോസസ് വരാം, അങ്ങനെ പല രീതിയിൽ പ്രോസസ് വരാം. ഐസോതെർമലിൽ വരാം, അഡിയബാറ്റിക് വരാം, അങ്ങനെ പല രീതിയിലുള്ള പ്രോസസ്സുകൾ വരാം. അപ്പോൾ മാത്രമല്ല ഈ പ്രോസസ്സുകളെല്ലാം റിവേഴ്സിബിൾ ആയിരിക്കണം, എങ്കിൽ നമുക്ക് വർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയോ എന്ന് എനിക്കറിയില്ല, പറഞ്ഞോ എനിക്കറിയില്ല. ഞാൻ ഈ പറഞ്ഞ ഐസോകോറിക് ആണെങ്കിലും അഡിയബാറ്റിക് ആണെങ്കിലും ഐസോബാറിക് ആണെങ്കിലും എല്ലാ പ്രോസസ്സും നമ്മൾ റിവേഴ്സിബിൾ പ്രോസസ്സിന്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇറിവേഴ്സിബിൾ പ്രോസസ്സിന്റെ കാര്യമല്ല, റിവേഴ്സിബിൾ ഇൻഫിനിറ്റസിമൽ ആയിട്ട് ഫ്രിക്ഷൻ ഇല്ലാതെ പതുക്കെ നടക്കുന്ന പ്രോസസ്സുകളാണ് ഇതെല്ലാം എന്നുള്ള രീതിക്ക് നടക്കുന്നത്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഏതൊരു റിവേഴ്സിബിൾ പ്രോസസ് നമ്മൾ ഗ്രാഫിൽ വരച്ചാലും അത് കട്ടിയുള്ള ലൈൻ ആയിരിക്കും. ഇറിവേഴ്സിബിൾ പ്രോസസ് വരച്ചാൽ അത് ഡോട്ടഡ് ലൈനിലേ വരയ്ക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ട ഏതെങ്കിലും ഗ്രാഫ് ഡോട്ടഡ് ആയിരുന്നു? അല്ല, കർവായിരുന്നു. കർവായാലും ഞാൻ അടുത്ത് എന്താ, ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് ഇക്വിലിബ്രിയമാണ്, ഓരോ സ്റ്റേറ്റിൽ ഇക്വിലിബ്രിയം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് നമ്മൾ ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് വഴി പോകുമ്പോൾ ആ പ്രോസസ്സ് എടുത്തവർക്ക് അല്ലെങ്കിൽ കൊടുത്തവർക്ക്, ഇങ്ങോട്ട് വന്നാൽ എടുത്തവർക്ക്, കാരണം പോസിറ്റീവ് ആണ്, വോളിയം കൂടുക, തിരിച്ചാണെങ്കിൽ വോളിയം കുറയുവാണ്, എടുത്തവർക്ക് ആ എടുത്തവർക്ക്, തിരിച്ചാണെങ്കിൽ എടുത്തവർക്ക്, അതിന്റെ ഇക്വേഷൻ ആണ് ഇന്റഗ്രൽ വി ഐ ടു വി എഫ് പി ഡി വി. ഓക്കെ, ഓക്കെ ആണ്. ഇത് പാത്ത് ഫംഗ്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. നമുക്കത് എങ്ങനെ നോക്കാം. ഞാൻ ഈ പി ഐ തൊട്ട് പി എഫ് വരെ ഈ ഒരു വഴി കൂടെ പോയാൽ ഇതായിരിക്കുമല്ലോ അതിന്റെ അണ്ടർലൈൻ ഏരിയ. ഈ അണ്ടർലൈൻ ഏരിയ ആണല്ലോ ഇന്റഗ്രൽ പി ഐ ടു ബി എഫ് പി ഡി വി. അതൊക്കെ നമുക്കറിയാം, നമ്മൾ ഇന്റഗ്രേഷൻ പഠിച്ചിട്ടുള്ളതാണ്. ഏരിയ അണ്ടർ ഓഫ് ദ കർവാണ് നമുക്ക് എന്ത് ഇന്റഗ്രേഷൻ എന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഇതാ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നെങ്കിലോ, ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നെങ്കിൽ ഇതും കൂടെ കയറും ഏരിയ, വർക്ക് കൂടും. ഇപ്പൊ പാത്ത് കണ്ടോ, ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കാണ് വന്നത്, പക്ഷെ വേറെ പാത്ത് വഴി വന്നാൽ വർക്ക് വേറെ ആയിരിക്കും. പാത്ത് ഈസ് ഡിപ്പെൻഡന്റ്, വർക്കിന് പാത്ത് ഡിപ്പെൻഡന്റ് ആണ്. അതുപോലെ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം 3 ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ വേണം നമുക്കൊരു റിവേഴ്സിബിൾ പ്രോസസ് ചെയ്ത വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി. ഒന്ന് ഇനിഷ്യൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇനിഷ്യൽ പ്രോപ്പർട്ടീസ്, ഇനിഷ്യൽ സ്റ്റേറ്റ്, ഫൈനൽ സ്റ്റേറ്റ് ഓർ ഫൈനൽ പ്രോപ്പർട്ടീസ്. ഇത് മാത്രം പോരാ, നമുക്ക് പിയുടെയും വിയുടെയും ഒരു റിലേഷൻ വേണം. റിലേഷൻ, ഉദാഹരണത്തിന് നമുക്ക് എന്ത് പറയാം, പി വി ഈസ് എ കോൺസ്റ്റന്റ്. ഇതെന്താ, ഐസോതെർമൽ പ്രോസസ്. പിയുടെയും വിയും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ പറയുന്ന വർക്ക് നടക്കും. 3 കാര്യങ്ങൾ, ഒന്ന് ഇനിഷ്യൽ പോയിന്റ്, ഒന്ന് ഫൈനൽ പോയിന്റ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പി ആൻഡ് വി. അത് ചില സമയങ്ങളിൽ സിമ്പിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും, ചില സമയത്ത് ഇത് പിയു ആയിട്ടുള്ള റിലേഷൻ ആയിരിക്കും. അത് പിന്നെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പിയിലും വിയിലാക്കി കൺവേർട്ട് ചെയ്യേണ്ടി വരും. എന്നിട്ടേ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഓരോ കേസിലും ഐസോബാറിക് ഐസോകോറിക് എല്ലാ കേസിലും അതിട്ട് ചെയ്യാനുള്ള ഒരു ഡിറൈവ് ചെയ്ത് വർക്ക് എടുക്കാനുള്ള ഒരു സാവകാശം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വർക്ക് ഓൾറെഡി തരുവാണ്. പക്ഷെ ചെയ്യുന്നത് സിമ്പിൾ ആണ്, ഈ റിലേഷൻഷിപ്പ് വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതാണ് സംഭവം. ഇവിടെ ഞാൻ പറഞ്ഞു വർക്ക് ഡൺ ബൈ സിസ്റ്റം ഓർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ പോസിറ്റീവ്, കംപ്രഷൻ ഓർ നെഗറ്റീവ് നമ്മൾ പറഞ്ഞാണ്. ഇനി നമുക്ക് വർക്കിന്റെ കുറച്ച് ഇക്വേഷൻസ് പഠിക്കാം. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞ് ഒരു എക്സ്പാൻഷൻ വർക്ക് അല്ലെങ്കിൽ ക്ലോസ് സിസ്റ്റം വർക്ക്, ഇതിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ഡബ്ല്യു ഇസിക്കൽ ടു ഇന്റഗ്രൽ പി ഡി വി ആണെന്ന് അറിയാം. പക്ഷേ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഒരു ഇന്റഗ്രൽ ചെയ്യണം. ഉദാഹരണത്തിന് ഇന്റഗ്രൽ വൈ ഡി എക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വൈനെ എക്സിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യണം, എന്നിട്ട് വേണം ഇന്റഗ്രേറ്റ് ചെയ്യാൻ. മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന കുറച്ച് റിസൾട്ട്സ് ആണ് ഇതായി എഴുതിയിരിക്കുന്നത്. ഇത് ഒരെണ്ണം ഞാൻ കാണിച്ചു തരാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. എല്ലാം നമ്മൾ കാണിച്ചു തരുന്നില്ല, ഒരെണ്ണം നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഈ ഇക്വേഷൻസ് വരുന്നത്. ഈ ഇക്വേഷൻസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം, എങ്കിലേ നമുക്ക് ഈ പ്രോസസ്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഒരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് സ്മോൾ പീസസ് ആയിട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് വിളിക്കും. ഈ പറയുന്ന ഓരോ പ്രോസസ്സും ഐസോബാറിക്, ഐസോകോറിക്, ഐസോതെർമൽ, അഡിയബാറ്റിക്, പോളിട്രോപ്പിക്, ഈ പ്രോസസ്സുകളെല്ലാം റിവേഴ്സിബിൾ പ്രോസസ്സ് ആണ്. അതായത് വിത്തൗട്ട് ഫ്രിക്ഷൻ വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന പ്രോസസ്സുകളാണ്
എന്നുകൂടെ മനസ്സിലാക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അത് മനസ്സിലാക്കാൻ വേറെ വഴികളുണ്ട്. നമ്മൾ പി വി ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇതിനകത്ത് കണ്ടിന്യൂസ് ഇങ്ങനത്തെ കർവുകൾ വന്നാൽ അതിന്റെ അർത്ഥം റിവേഴ്സിബിൾ പ്രോസസ് വർക്ക് ആണെന്നാണ്. ഇറിവേഴ്സിബിൾ ആണെങ്കിൽ ഇതാ ഇങ്ങനത്തെ ഡോട്ടഡ് പോയിന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് നോക്കാം. ഉദാഹരണം ഐസോകോറിക് പ്രോസസ്സ് പി ഇൻറ്റു വി ടു മൈനസ് വി വണ്ണിനകത്ത് വി വണ്ണും വി ടുവും 0 ആണ്. സോറി, വി വണ്ണും വി ടു സെയിം ആണ്. കാരണം വോളിയം ചേഞ്ച് ഇല്ല. വോളിയം ചേഞ്ച് ഇല്ലെന്നുണ്ടെങ്കിൽ വർക്ക് ഇല്ല. അപ്പോൾ അത് 0 ആവും. അത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഐസോബാറിക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ഇന്റഗ്രേഷൻ വെച്ചും പറ്റും, അതേപോലെ തന്നെ നമുക്ക് ഗ്രാഫിൽ നിന്നും പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പി ഇൻറ്റു വി ടു, അതായത് അതിന്റെ ഇക്വേഷൻ എന്താണ്? ഐസോബാറിക്കിന്റെ ഏത് പ്രോസസ് ആണെങ്കിലും വർക്കിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ പി ഡി വി തന്നെയാണ്. ഓക്കെ, ഐസോബാറിക്കിന്റെ കേസിൽ എന്താണ് പ്രത്യേകത? പ്രഷർ ഇസ് എ കോൺസ്റ്റന്റ്. പ്രഷർ കോൺസ്റ്റന്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? പി നമുക്ക് പുറത്തിടാം. പി ഇന്റഗ്രൽ വി വൺ ടു വി ടു ഡി വി. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ഡി വിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താ? വി തന്നെയാണ്. ആ വിനെ നമ്മൾ വി വൺ ടു വി ടു ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പി ഇൻറ്റു വി ടു മൈനസ് വി വൺ കിട്ടും. അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. ഇത് പിന്നെ എങ്ങനെ എം ആർ ടി ടു മൈനസ് ടി വൺ ആയി? അത് എപ്പോഴും ശ്രദ്ധിക്കണം. എല്ലാ കേസിലും നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വാലിഡ് ആണ്. പി വി ഇസ് ഇക്വൽ ടു എം ആർ ടി ഈസ് ഓൾവേസ് വാലിഡ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ എന്താ സംഭവിച്ചത്? പി ഇൻറ്റു വി വൺ എന്ന് പറഞ്ഞാൽ എം ആറും കോൺസ്റ്റന്റ് ആണ്, ഒരു ടി വൺ പറയാം. കാരണം പി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ വി വൺ അനുസരിച്ചായിരിക്കും ടി മാറിക്കൊണ്ട് ടി വി വൺ മാത്രമേ ഈ ടീനെ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ, പി കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. മറ്റേ അടുത്ത കേസ് പി വി ടു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലോട്ട് പോവാണല്ലോ. രണ്ടാമത്തെ സ്റ്റേറ്റിൽ പി എം ആർ ടി ടു എന്ന് പറയാം. അപ്പോൾ നമുക്ക് പി ഇൻറ്റു വി ടു മൈനസ് വി വൺ എന്ന് പറഞ്ഞാൽ എം ആർ ടി ടു മൈനസ് ടി വൺ എന്ന് പറയാം. അങ്ങനെയാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കൂടെ ചേർത്ത് ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായി? എം ആർ ടി ടു മൈനസ് ടി, ചില സമയത്ത് ടെമ്പറേച്ചർ ആയിരിക്കും തരിക, പ്രഷറും ഇത് തരത്തില്ല. ആ കേസിൽ നമുക്ക് ടെമ്പറേച്ചർ മാറി നിന്നാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഐസോബാരിക് പ്രോസസ്സിന്റെ വർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഐസോതെർമൽ പ്രോസസ് ആകുമ്പോഴത്തേക്ക് ലോഗരിതം വരും. അതെങ്ങനെ നമുക്ക് നോക്കാം. എങ്ങനെയാണ്? ഇക്വേഷൻ മാറുന്നില്ല, ഇന്റഗ്രൽ പി ഡി വി ആണ്. ഇന്റഗ്രൽ പി ഡി വി ഫ്രം വി വൺ ടു വി ടു, അതാണ് നമ്മുടെ വർക്കിന്റെ ഇക്വേഷൻ. ഈ കേസിൽ ഉള്ള പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് നമുക്ക് കോൺസ്റ്റന്റ്? ഈ കേസിൽ നമുക്ക് പി വി ആണ് കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ സെയിം ആയതുകൊണ്ട് തന്നെ പി വി ബൈ ടിനകത്ത് ടി രണ്ട് സെയിം ആയതുകൊണ്ട് പി വി കോൺസ്റ്റന്റ് ആണ്. അതായത് എല്ലാ സ്റ്റേറ്റിലും പി വി കോൺസ്റ്റന്റ് ആണ്. പി വൺ വി വണ്ണും ഈക്വലും പി ടു വി ടുവിനും ഈക്വൽ ആയിരിക്കും. ഓക്കെ, പി വിക്കും എല്ലാം സെയിം ആണ്. ഈ എല്ലാത്തിന്റെ വാല്യൂസ് ഒരു സെയിം വാല്യൂ കോൺസ്റ്റന്റ് സി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിഷ്യൽ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റന്റ് വാല്യൂ ഓൾറെഡി കിട്ടും, പി വൺ വി വൺ വെച്ച് കിട്ടും. ഫൈനൽ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേ വാല്യൂ തന്നെ കിട്ടും, എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. പി വി എന്ന് പറയുന്ന വാല്യൂ ഒരു ആർബിട്രറി അല്ലെങ്കിൽ ഒരു വേരിയബിൾ പ്രഷറും വോളിയം ആണെങ്കിൽ പോലും എപ്പോഴും ആ പിയുടെയും വിയുടെയും മൾട്ടിപ്ലിക്കേഷൻ എപ്പോഴും സീന് ഈക്വൽ ആയിരിക്കും. അത്ര ഓക്കെ അല്ലേ? അപ്പോൾ ഈ പി വി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് ഈ സാധനത്തിനെ പ്രഷറിനെ വോളിയത്തിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്തെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഇന്റഗ്രേറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് എ കോൺസ്റ്റന്റ് സി ഡിവൈഡ് ബൈ വി എന്ന് വിളിച്ചൂടെ? എ കോൺസ്റ്റന്റ് സി ഡിവൈഡ് ബൈ വി എന്ന് വിളിച്ചൂടെ? ആ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകിൽ നമുക്ക് പി വൺ വി വൺ എന്ന് എഴുതാം, അല്ലെങ്കിൽ പി ടു വി ടു എന്ന് എഴുതാം. അപ്പം അത് പി വൺ വി വൺ ബൈ വി യു ആവാം, പി ടു വി ടു ബൈ വി യു ആവാം. ഇഷ്ടമുള്ളത് നമുക്ക് എടുക്കാം. നമുക്ക് തൽക്കാലം പി വൺ വി വൺ ഡിവൈഡ് ബൈ വി നമ്മൾ എടുക്കുവാണ്. അപ്പോൾ അതെടുത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പി വൺ വി വൺ, അതായത് എങ്ങനെ ഉത്തരം മാറുന്ന വർക്ക് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ വി വൺ ടു വി ടു പി വൺ വി വൺ ഡിവൈഡ് ബൈ വി. അത് നമ്മൾ പ്രഷറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്, ഇൻറ്റു ഡി വി വരും. പി വൺ വി വൺ കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുക്കാം. അപ്പോൾ പി വൺ വി വൺ ഇന്റഗ്രൽ വി വൺ ടു വി ടു വൺ ബൈ വി ഡി വി. വൺ ബൈ വി ഡി വിയുടെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗ് വി കിട്ടും. അത് മാത്സിൽ ഒരു കണ്ടീഷൻ. വൺ ബൈ എക്സിന്റെ ഇന്റഗ്രേഷൻ എന്താ? ലോഗ് എക്സ് ആണ്. ലോഗ് എക്സിന്റെ ഡിഫറൻസിയേഷൻ വൺ ബൈ എക്സും ആണ്. സോ പി വൺ വി വൺ വൺ ബൈ വി എന്ന് പറഞ്ഞാൽ ലോഗ് ആവുമല്ലോ. ലോഗരിതം ഓഫ് വിയുടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, വി ടുവും വി വണ്ണും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പി വൺ വി വൺ എൽ എൻ വി ടു മൈനസ് എൽ എൻ വി വൺ. അതെന്ന് പറഞ്ഞാൽ എൽ എൻ വി ടു ബൈ വി വൺ തന്നെയാണ്. മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഐസോതെർമൽ വർക്ക് കിട്ടുന്നത്. അതാണെങ്കിൽ നമുക്ക് അഡിയാബാറ്റിക്കിന്റെ വർക്കും കിട്ടും. അഡിയാബാറ്റിക് നമ്മൾ കുറച്ചുകൂടെ സ്റ്റെപ്സ് ഉള്ള ഇന്റഗ്രേഷൻ ആണ്, നമ്മൾ അത് ചെയ്യുന്നില്ല എന്തായാലും. അത് നമ്മൾ ചെയ്യുന്നില്ല. നമുക്ക്
ഇക്വേഷൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്, അതുകൊണ്ട് നമ്മൾ അത് ചെയ്തെടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അഡിയാബാറ്റിക് ഐസോതെർമൽ ഇക്വേഷൻ നമ്മൾ P1 V1 ln V2 by V1 നമ്മൾ പറഞ്ഞ്. അതേപോലെ നമുക്ക് എന്തും പറയാം, നമുക്ക് എന്തും പറയാൻ പറ്റും. നമുക്ക് അതിനകത്ത് ഈ P1 V1 പകരം MRT1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. കാരണം PV MRT P1 V1 എന്ന് പറഞ്ഞാൽ MRT1 ഒരു സ്റ്റേറ്റിനകത്തുള്ള പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഒക്കെ സെയിം ആയിരിക്കില്ലേ. സോറി, പ്രഷർ വോളിയം സെയിം, ടെമ്പറേച്ചർ എല്ലാം സെയിം എന്നല്ല, നമ്മൾ 1 എന്ന് വിളിക്കുന്ന ആ പോയിന്റിലെ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ഒക്കെയാണ് നമ്മൾ ഇക്വേഷൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ P1 V1 ln V2 by V1 നമുക്ക് P1 V1 പകരം MRT1 ഉപയോഗിക്കാം. MRT1 ln V2 by V1 എന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് പറ്റും, ഇവിടെ നമുക്ക് പ്രഷർ ഇല്ലാതെ, പ്രഷർ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി V2 by V1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി P1 by P2 ആണ്. അതുകൊണ്ട് നമുക്ക് വോളിയം ഇല്ലാതെ പ്രഷർ തന്നാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താ, V2 by V1 V1 by V2 ആകാൻ കാര്യം എന്താ, PV is a constant, P1 V1 is equal to P2 V2. അതുകൊണ്ട് തന്നെ V2 by V1 എന്ന് പറഞ്ഞാൽ P1 by P2 ആയിരിക്കും. V2 by V1 is equal to P2 by P1 അല്ല, V2 by V1 is equal to P1 by P2 ആണ്. അതാണ് P1 V1 is equal to P2 V2. ഓക്കെ, അങ്ങനെ നമുക്ക് ഐസോതെർമലിന്റെ വർക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഐസോകോറിക്കിന്റെ വർക്ക് കണ്ടുപിടിക്കാനും ഐസോബാരിക്കിന്റെ വർക്ക് കണ്ടുപിടിക്കാനും ഐസോതെർമലിന്റെ വർക്ക് കണ്ടുപിടിക്കാനും പഠിച്ച്. ഇനി അടുത്ത് അഡിയാബാറ്റിക്കിന്റെ വർക്ക് കണ്ടുപിടിക്കണം. അഡിയാബാറ്റിക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഈ പറഞ്ഞേക്കുന്ന ഇക്വേഷൻ. എന്താണ്, P1 V1 minus P2 V2 divided by gamma minus 1. ഇത് ഇന്റഗ്രേഷൻ ചെയ്ത് കിട്ടുന്നതാണ്, നമ്മൾ ചെയ്യുന്നില്ല. P1 V1 minus P2 V2 divided by gamma minus 1. അതിനകത്ത് PVനെ നമുക്ക് MRT എന്ന് വിളിക്കാൻ പറ്റുന്നതുകൊണ്ട് MR into P2 minus T1, T1 minus T2നെയും ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 നമ്മൾ മറ്റേ ഇക്വേഷൻ അതേ സംഭവം തന്നെ കഴിക്കും. P1 V1 minus P2 V2 divided by gamma minus 1 ആണ്. അത് തന്നെയാണ് MR into T1 minus T2 divided by gamma minus 1. ഓക്കെ, നൗ ഇതെല്ലാം പോട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട്. R divided by gamma minus 1നെ നമുക്ക് CV എന്ന് വിളിക്കാം. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. R divided by gamma minus 1 CV ആണ്. ഗാമ R divided by gamma minus 1 എന്ന് പറഞ്ഞാൽ CP ആണ്. അപ്പോൾ ഈ കേസിൽ നമുക്ക് R divided by gamma minus 1നെ CV എന്ന് വിളിക്കാം. അതുകൊണ്ട് ആറിന്റെ വാല്യൂവും ഗാമേന്റെ വാല്യൂ തന്നിട്ടില്ല, സിവിയുടെ വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡിയാബാറ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? P1ഉം V1ഉം P2ഉം V2 ഒന്നും വേണ്ട, നമുക്ക് സിവിയുടെ വാല്യൂവും ടെമ്പറേച്ചറുകളുടെ വേരിയേഷൻ മാത്രം കണ്ടുപിടിച്ചാലും നമുക്ക് അഡിയാബാറ്റിക് വർക്കിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓർക്കണം. നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ തരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഈ ഇക്വേഷൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പറ്റത്തുള്ളൂ. ഏതെങ്കിലും ഈ ഇക്വേഷൻ തന്നെ ഓർത്താൽ മതി. ഈ ഇക്വേഷൻ നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഈ എല്ലാം കാണാതിരിക്കണമെന്നില്ല, ഇത് മാത്രം ഓർത്താൽ മതി. പക്ഷേ ഇങ്ങനെ ഒരു കൺവേർഷൻ പോസിബിൾ ആണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത്രയും അറിഞ്ഞിരുന്നാലും മതി. കാരണം നമ്മൾ CVC കൂടെ MRT സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് അറിയാവുന്നതാണ് R divided by gamma minus 1 CV ആണെന്നുള്ള കാര്യം നമുക്ക് ഈസി ആയിട്ട് അറിയാവുന്ന കാര്യമാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഇങ്ങനെയും കൂടെ പറ്റും, സംഭവം ഇങ്ങനെയും കൂടെ പറ്റും. അതായത് ഇപ്പം CV ടെമ്പറേച്ചർ ചേഞ്ച് മാറി വന്നു കഴിഞ്ഞിട്ട് അഡിയാബാറ്റിക് ആയിട്ടുള്ള വർക്ക് പിടിക്കാനും പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യന് ഇത് അറിയാത്ത ഒരാൾക്ക് കൺഫ്യൂഷൻ ആയി പോകും, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നതായി പോകും. പക്ഷെ നമുക്ക് ഇങ്ങനൊരു റിലേഷൻ ഉണ്ടെന്ന് അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആക്ച്വലി ഇറ്റ് സോൾവ്സ് എ പ്രോബ്ലം. നമ്മൾ ഈ പറയുന്ന ഗാമ മൈനസ് 1 ഡിവൈഡ് ഒന്നും ചെയ്യേണ്ട, ഇത് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ അതാണ് സംഭവം. അതിനകത്ത് തന്നെ ഈ ഗാമയ്ക്ക് പകരം പോളിട്രോപ്പിക് ആവണമെന്നും ഗാമയ്ക്ക് പകരം N നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, ഇനി അടുത്ത് നമുക്കുള്ളത് ഹീറ്റ് ആണ്. ഹീറ്റ് നമ്മൾ ആദ്യമേ കുറച്ച് ഞാൻ പറഞ്ഞായിരുന്നു. ഒരു ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് MC ഡെൽറ്റ ടി MC DTയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഈ കേസിൽ നമ്മൾ ഇച്ചിരി കൂടെ വേറൊരു അപ്രോച്ച് നമ്മൾ കൊടുക്കാൻ പോവാണ്. അതായത് ഇത് ഡെൽ ക്യൂ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡോ ക്യൂ എന്നും പറയാറുണ്ട്. ഡോ ക്യൂ ആണ് ശരിക്കും പറയേണ്ടത്. ഞാൻ എൻ്റെ ഉള്ള എളുപ്പത്തിന് ഞാൻ ഡെൽ ക്യൂ എന്നാണ് പറയുന്നത്. ഡിക്ക് പകരം ഡെല്ല് പറയും. ഡോ എന്നും പറയും. ഡോ ആയിട്ട് ഡോ ആണോ ഡെല്ലാണ്, ഇത് ഡെല്ല് തന്നെയാണ്. ഡെൽറ്റ ആണ്, ഇത് ഗ്രീക്ക് സിമ്പിൾ ഡെൽറ്റയാണ്. സോ ഡെൽ ക്യൂ തന്നെയാണ് പറയുന്നത്. ഡോ നമ്മൾ മറ്റേ പാർഷ്യൽ ഡെറിവേറ്റീവിന് പറയുന്ന സാധനമാണ് ഡോ എന്ന് പറയുന്നത്. ഇപ്പനാണ് ഡോ ബൈ ഡോ എക്സ്. ഇത് ഡെല്ല് തന്നെയാണ്, ഡെല്ല് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഡെൽ ക്യൂ എന്ന് പറഞ്ഞാൽ MC DT ആണ്. അത് നമ്മൾ പറഞ്ഞാൽ അത് ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സാധനത്തിന് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന കേസിൽ മാത്രമേ നമുക്ക് MC DT എന്ന് പറയാൻ പറ്റൂ. എപ്പോഴും ഹീറ്റ് ടെമ്പറേച്ചറിന് കാരണമാവുമെന്ന് പറയാൻ പറ്റൂല. ചില സമയത്ത് ഹീറ്റ് മൊത്തമായിട്ടും വർക്ക് ആവുന്ന കണ്ടീഷൻ ഉണ്ട്. ഉദാഹരണം എന്താ, നമ്മൾ പറഞ്ഞു ഐസോതെർമൽ ടെമ്പറേച്ചർ ഉണ്ടാവത്തില്ല, TT ഉണ്ടാവത്തില്ല. ഇതിന്റെ പകരം ഇത് വർക്കായിട്ട് മാറും. നമ്മൾ ഒരു സാധനത്തിന്റെ ടെമ്പറേച്ചർ ചേഞ്ച് ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നെങ്കിൽ ആണ് ഈക്വേഷൻ വാലിഡിറ്റി. ഈ തെർമോഡൈനാമിക്സിന്റെ ഫസ്റ്റ് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര കൺസെപ്ഷ്യലാണ്. ഇത് നമ്മൾ ചുമ്മാ ഫ്ലൂയിഡ് മെക്കാനിക്സ് പോലെയൊക്കെ നമ്മൾ കുറെ എടുത്ത് ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കാൻ പറ്റൂല. നമ്മൾ കുറച്ച് ആലോചിച്ചിട്ട് പക്ഷേ ഇക്വേഷൻസ് സിമ്പിൾ ആണ്.
ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത ഇക്വേഷൻസ് ആണ്. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഇക്വേഷൻസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് കുറച്ച് ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യം കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻസ് വരും. ഇവിടെ അത്രയും കോംപ്ലിക്കേഷൻസ് ഇല്ല. വളരെ സിമ്പിൾ ഇക്വേഷൻ MCDT, ML അങ്ങനത്തെ ഇക്വേഷൻസ് ഒക്കെയാണ്. അപ്പം ഓരോ കേസിനും ഓരോന്നാണ്. ഉദാഹരണത്തിന് ഈ സെയിം സാധനം തന്നെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇല്ല, വർക്കും നടക്കുന്നില്ല, ഫേസ് ചേഞ്ച് നടക്കുവാണെങ്കിൽ ഇക്വേഷൻ എന്താവും അറിയാമോ? ML എന്നാവും. ഇത് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അതായത് ഐസ് വാട്ടർ ആവുന്നു ചൂടാക്കുമ്പോൾ, അല്ലെങ്കിൽ ചൂടാക്കുമ്പോൾ വാട്ടർ വേപ്പർ ആയിട്ട് മാറുന്നു. ആ സമയത്തൊന്നും ഡെൽറ്റ DT ഇല്ല, ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. പക്ഷെ എങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? അതിനകത്ത് ഫേസ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ML എന്ന് പറഞ്ഞ സാധനമാണ് നമ്മളെ കൊടുക്കുന്ന ഇക്വേഷൻ ആയിട്ട് അത് L ന്റെ വാല്യൂ തരും, ക്വസ്റ്റിന് തരും. ഓക്കെ, അപ്പം ഇത് നമ്മൾ പറയുന്നത് ഒരു വസ്തു, ആ വസ്തുവിന് ഞാൻ ഹീറ്റ് കൊടുക്കുന്നു, ഹീറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാകും, ടെമ്പറേച്ചർ മാറുന്നു. ഓക്കെ, ഹീറ്റ് ഈസ് ആൻ എനർജി, ടെമ്പറേച്ചർ ഇസ് എ പ്രോപ്പർട്ടി, അത് ഓർത്തോണം. അപ്പം ആ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? MCDT ആണ് ഡെൽ Q എന്ന് പറയാം. Q എന്ന് പറഞ്ഞാലോ ഇന്റഗ്രൽ MCDT ആണ്. ഇപ്പം C എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് ടെമ്പറേച്ചറിന്റെ ടേംസിൽ പറയാൻ പറ്റും, as a function of ടെമ്പറേച്ചർ പറയാൻ പറ്റും. കാരണം ചിലപ്പോൾ ടെമ്പറേച്ചർ അനുസരിച്ച് ഒരു വസ്തുവിന്റെ C അല്ലെങ്കിൽ ആ സ്പെസിഫിക് ഹീറ്റ് മാറിക്കൊണ്ടിരിക്കും. എന്താണ് സ്പെസിഫിക് ഹീറ്റ്? ഒരു കിലോഗ്രാം അല്ലെങ്കിൽ ഒരു യൂണിറ്റ് സബ്സ്റ്റൻസിന് 1 ഡിഗ്രി റൈസ് ഓഫ് ടെമ്പറേച്ചർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സപ്ലൈ ചെയ്യേണ്ട ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് C എന്ന് പറയുന്നത്, സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വേണമെങ്കിൽ ഇപ്പം C ഇപ്പൊ അവർ തരാം, C എന്ന് പറഞ്ഞാൽ KT². എന്നൊന്ന് പറഞ്ഞ എന്താ അർത്ഥം? C മാറുന്നതിനനുസരിച്ച്, ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് C മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇന്റഗ്രൽ MCDT നമ്മൾ ചെയ്യുമ്പോൾ ഫ്രം T1 to T2 നമ്മൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇക്വേഷൻ മാറും. M പുറത്തെടുക്കാൻ പറ്റും, മറ്റേ സിക്ക് വരെ നമ്മൾ KT² എടുക്കേണ്ടി വരും. അപ്പൊ M ഉം K യും പുറത്തെടുക്കാൻ പറ്റും. അപ്പൊ ഇന്റഗ്രൽ T² DT ഫ്രം T1 to T2 എന്ന് പറയേണ്ടി വരും ഹീറ്റിന്റെ ഇക്വേഷൻ. അപ്പൊ ഹീറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി T² T³ ഡിവൈഡ് ബൈ 3 ഒക്കെ വെച്ച് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്റഗ്രൽ MCDTയുടെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. C എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിനനുസരിച്ച് വേരി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്റഗ്രൽ MCDT ഉപയോഗിക്കാൻ പറ്റും. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ മക്കളെ. അപ്പം ഇന്റഗ്രൽ ഒക്കെ പോട്ട് C കോൺസ്റ്റന്റ് ആണെന്നൊക്കെ വിചാരിക്കും. എങ്കിൽ തന്നെയും ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പം എപ്പോഴും ടെമ്പറേച്ചർ കൂടണമെന്നില്ല. കാരണം സിയുടെ വാല്യൂവിന് 3 വാല്യൂസ് കൊടുക്കാം. C can be പോസിറ്റീവ്, C can be സോറി ഇത് Q ആണ്. Q പോസിറ്റീവ് ആകുമ്പോൾ, അതായത് ഹീറ്റ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ Q പോസിറ്റീവ് ആകുമ്പോൾ C പോസിറ്റീവ് ആവാം, C നെഗറ്റീവ് ആവാം, C ഇൻഫിനിറ്റി ആവാം. C ഇൻഫിനിറ്റി ആവുന്ന കേസാണ് ഞാൻ ആദ്യം പറഞ്ഞത് ML വരുന്ന ഇക്വേഷൻ ഫ്യൂഷൻ. ആ സമയത്ത് ടെമ്പറേച്ചർ ചേഞ്ച് 0 ആയി പോകും. ഹീറ്റ് സപ്ലൈ ആവുന്നുണ്ട്, പക്ഷെ ടെമ്പറേച്ചർ ചേഞ്ച് നടക്കത്തില്ല. അങ്ങനെ ഒരു കേസ് വരാം. ഇനി C പോസിറ്റീവ് ആണെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ചും പോസിറ്റീവ് ആയിരിക്കും, അതായത് ഹീറ്റ് കൊടുക്കുന്നതിനനുസരിച്ച് ചൂട് കൂടും. ചില സമയത്ത് C നെഗറ്റീവ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൊടുക്കുന്നതിനനുസരിച്ച് ചൂട് കുറയാനും സാധ്യതയുണ്ട്. അത് നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം. അങ്ങനെ ഒരു സാധ്യതയും കൂടെ ഇതിന്റെ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് തെർമോഡൈനാമിക്സിലെ. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്ക് പരിചയപ്പെടാം.